ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് നമ്മുടെ മാനസിക വിഷമങ്ങൾ പറയാൻ, നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കാൻ, നമുക്ക് ഇക്കാലത്ത് കുന്നുകൂടി വരുന്ന ദുഃഖങ്ങൾ അതിന് ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിനോട് പറയാൻ ഒരു വേദിയാണ് ദിക്റിന്റെ, സ്വലാത്തിന്റെ അതുപോലുള്ള മജ്ലിസുകൾ. മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി നിയ്യത്തുകളൊക്കെ മനസ്സിൽ വെച്ച്, പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അല്പം ദിക്ർ ചൊല്ലി നമുക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് അവതരിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇതാണ് ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സദസ്സുകൾ വളരെ കൂടുതൽ ഉള്ള കാലമാണ്. ഗാനമേളകളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ നിയമത്തിൽ ഒരിക്കലും തന്നെ നിൽക്കാത്ത ഇഷ്ടംപോലെ സദസ്സുകൾ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എന്നല്ല വയസ്സന്മാര് വരെ പോയിരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതും ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊരു കൂട്ടർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർള് യത്ലുബൂന ഹിലഖ ദിക്ർ. ഇന്ന ലില്ലാഹി, അല്ലാഹുവിന് ഉണ്ട്, മലായികതൻ, ഒരു ഉയർന്ന വിഭാഗം മലക്കുകൾ ഉണ്ടെന്നത് തീർച്ചയാണ്. എന്താണ് ആ മലക്കുകളുടെ ജോലി? സയ്യാഹീന ഫിൽ അർളി, ഭൂമിയിൽ സഞ്ചരിക്കാൻ വേണ്ടി അല്ലാഹു പടച്ചതാണ് അവരെ. എന്തിനാണ് സഞ്ചരിക്കുന്നത്? യത്ലുബൂന, അവര് തേടി നടക്കുകയാണ്, അന്വേഷിച്ച് നടക്കുകയാണ്. അതിനാണ് അല്ലാഹു അവരെ പടച്ചിട്ടുള്ളത്. എന്താണ് അവര് തേടുന്നത്? ഹിലഖ ദിക്രി, അല്ലാഹുവിന്റെ ദിക്ർ നടക്കുന്ന ഹൽഖകൾ എവിടെയുണ്ട് അവിടെ പോയി അവിടെ കൂടാൻ, അവിടെ പങ്കെടുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ച ഒരു വിഭാഗം മലക്കുകൾ അതാ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അനുഗ്രഹങ്ങൾ ഇറക്കുന്നത് മലക്കുകളിലൂടെയാണ്. ഈ ഭൂമിയിലേക്ക് ഒരു മഴത്തുള്ളി ഇറങ്ങുന്നത് മലക്കിന്റെ കയ്യിലൂടെയാണ്. ഈ ഭൂമിയിൽ എന്ത് നടത്തുന്നുണ്ടോ മുഴുവനും മലക്കുകളുടെ കയ്യിലൂടെയാണ്. ശുദ്ധാത്മാക്കളുടെ കയ്യിലൂടെയാണ്, ഔലിയാക്കളുടെ കയ്യിലൂടെയാണ്. വൽ മുദബ്ബിറാത്തി അംറാ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇത് സൂചിപ്പിക്കുന്നു. വൽ മുദബ്ബിറാത്തി, നിയന്ത്രിക്കുന്ന ആത്മാവുകളാണ് സത്യം. ഭൂമിയെയും ആകാശത്തെയും മറ്റു ചരാചരങ്ങളെയും പടച്ചത് അല്ലാഹു ആണെങ്കിലും അനാഥനായ റബ്ബിന്റെ പ്രവർത്തനങ്ങളല്ലാതെ ലോകത്തൊന്നും നടക്കുന്നില്ലെങ്കിലും, അല്ലാഹുവിന് ആരെയും ആവശ്യമില്ലെങ്കിലും, ആത്മാവ് പിടിക്കാൻ അസ്രായീലിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. ഇടിയും മിന്നും മഴയും കാറ്റും നടത്താൻ മീകായീലിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. അമ്പിയാക്കന്മാർക്ക് വഹയി കൊടുക്കാൻ ജിബ്രീലിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. ലോകത്ത് ഒന്നും ചെയ്യാൻ ആരുടെയും ആവശ്യം അല്ലാഹുവിനില്ല.
പക്ഷേ അല്ലാഹുവിന്റെ അധികാരത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി, അവന്റെ ഉലൂഹിയത്തിനെ, അവന്റെ വലുപ്പത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഓരോ കാര്യങ്ങളും അവന്റെ സൃഷ്ടികളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ ഉയർന്നൊരു വിഭാഗമാണ് മലക്കുകൾ. ആ മലക്കുകൾ ഈ ഭൂമിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. യതആഖബൂന ഫീകും മലായികതും ബില്ലൈലി വമലായികതും ബിന്നഹാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യതആഖബൂന ഫീകും, അവർ നിങ്ങളിലേക്ക് ഉടനെയായി വന്നുകൊണ്ടിരിക്കുന്നു. ആരെന്നറിയുമോ? മലായികത്തുൻ, ഉയർന്നതായ ഒരു വിഭാഗം മലക്കുകൾ. ബില്ലൈൽ, രാത്രിയിൽ മൊത്തം അവർ ഭൂമിയിലേക്ക് അതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മലായികത്തും ബിന്നഹാർ, പകൽ ടൈമിലും ഭൂമിയിലേക്ക് അവരിറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലുള്ള കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് മലക്കുകളാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ രണ്ടാമത്തെ വിശ്വാസം മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലാണ്. മലക്കുകൾ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ വിഭാഗം സൃഷ്ടികളാണ്. വൽ മലകുല്ലദീ ബിലാ ആബിൻ വഉം ലാ അഖില ലഹു ശുർബാ വലാ നൗമ ലഹും. മലക്കുകൾ എന്ന് പറയുന്നത് അവർക്ക് ഉപ്പയില്ല, ഉമ്മയില്ല. ഒരു ഉപ്പയിലൂടെ ഒരു ഉമ്മയിലൂടെയല്ല അല്ലാഹു അവരെ ജനിപ്പിച്ചിട്ടുള്ളത്. അവരെ നേരിട്ട് റബ്ബ് തആല പടച്ച സൃഷ്ടികളാണ്. എത്രയാണ് മലക്കുകൾ ഉള്ളത്? കണക്കില്ല എന്നില്ല. അവരുടെ എണ്ണത്തിന് കണക്കില്ല എന്ന് മാത്രമല്ല, സൃഷ്ടികൾ 10 വിഭാഗമാണെങ്കിൽ സൃഷ്ടികളെ 10ആയി വിഭാഗിച്ചാൽ അതിൽ 9 വിഭാഗവും മലക്കുകളാണെന്നാണ് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നത്. അത്രയും വളരെ കൂടുതലുള്ള മലക്കുകൾ വിഭാഗമാണ് മലക്കുകൾ. അതാ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തത്തിസ്സമാ വഹഖലഹാ അൻത മാ ഫീഹാ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹി മലക്കുൻ ബാഖിഉൻ സാജിദ് ഖാല റസൂലുള്ളാഹി. അത്തത്തിസ്സമാ, ആകാശം കരാ കരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഥവാ ഒരു വലിയ ചുമടൊരാൾ കൊണ്ടുപോകുമ്പോൾ, ഒരു വലിയ കട്ടിലൊരാൾ ഏറ്റിപ്പോകുമ്പോൾ, അതിലതാ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ലോഡുള്ള ഒരു ലോറി ഇങ്ങനെ കയറിപ്പോകുമ്പോൾ അതിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് കേൾക്കാറുണ്ടല്ലോ, ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ട്. ഇതിനാണ് കരാ കരാ എന്ന് ആകാശത്തിനൊരു ശബ്ദമുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ശബ്ദമില്ലാതിരിക്കുക? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എങ്ങനെയാണത് കരാ കരാ പറയാതിരിക്കുക? മാ ഫീഹാ മൗളിഉ ഖദമിൻ, ആകാശത്തിൽ ഒരു കാല് വെക്കാൻ സ്ഥലമില്ല. ഇല്ലാ വഫീ, ആ സ്ഥലത്തിൽ ഉണ്ടായിട്ടല്ലാതെ, മലക്കുന്നൊരു മലക്കുണ്ടായിട്ടല്ലാതെ, അല്ലാഹുവിന് കോടാനക്കോടി കൊല്ലം റുകൂഇലായി കഴിയുന്ന മലക്കുകൾ, ഔസാജിദ്, എഴുന്നേൽക്കാതെ സുജൂദിൽ കഴിയുന്ന മലക്കുകൾ. ഇതാണ് വാനലോകത്തിന്റെ അവസ്ഥകൾ. ഓരോ മലക്കിനും വ്യത്യസ്ത രൂപങ്ങളാണ്, ചിത്രങ്ങളാണ്. ഇമാം ഖുസ്വീനി തങ്ങൾ അവിടുത്തെ അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഓരോ ആകാശത്തിലുള്ള മലക്കുകളുടെ ചിത്രങ്ങളും രൂപങ്ങളും അതാ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മലക്കുകൾ അല്ലാഹുവിന്റെ ഇബാദത്തിനായി പടക്കപ്പെട്ടവരാണ്. യുസബ്ബിഹുൽ ഹൈതാനു ഫിൽ മാ വഫിൽ ഫലാ വഹുശു വതൈറും ഫിൽ ഹവാഇ മുസഖറു വഫിൽ ഫലകിൽ അംലാകു കുല്ലും മുസബ്ബിഹു نهارا وليلا دائما ليس يفتر يسبح كل الكائنات بحمده سماء وأرض والجبال وأبحر جميعا ومن فيهن والكل خاضع لهيبته العظمى
ولا يتكبروا صلاة وتسليم. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടക്കുന്ന ടൈമിൽ മലക്കുകളോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ കാണാം. മലക്കുകളെ, ഞാൻ ഒരു മനുഷ്യനെ എന്ന് പേരുള്ള ഒരു വലിയ ബഹുമാനമുള്ള സൃഷ്ടിയെ പടക്കാൻ പോകുന്നു. അതിവിടെ ആകാശത്തിൽ താമസിപ്പിക്കാനുള്ളതല്ല. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയായി ഞാൻ ഒരു മനുഷ്യൻ എന്ന ഒരു സൃഷ്ടിയെ പടക്കാൻ പോകുന്നു. മലക്കുകൾ പറയുന്നു, അല്ലാഹുവേ, അത്ജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇക്കാര്യം നമ്മോട് വളരെ ഗൗരവത്തിൽ പറയുന്നു. അതാ മലക്കുകളോട് പറഞ്ഞപ്പോ മലക്കുകൾ പറഞ്ഞു, പടച്ചവനെ, നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ, നിനക്ക് ദിക്ർ ചൊല്ലാൻ മടിയില്ലാതെ കണ്ട് ലാ യഫ്തുറൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. കോടാനക്കോടി കൊല്ലം അതാ നൃത്തത്തിൽ തന്നെ, ലക്ഷക്കണക്കിന് കൊല്ലം സുജൂദിൽ തന്നെ, ആയിരക്കണക്കിന് കൊല്ലം റുകൂഇൽ തന്നെ ഒരു മടി വരാതെ അല്ലാഹുവിന് സുജൂദിലും റുകൂഇലുമായി ഇതാ കഴിയുന്ന മലക്കുകൾ പറയുന്നു, ഞങ്ങളില്ലേ നാഥാ, ദിക്ർ ചൊല്ലാൻ, തസ്ബീഹ് ചൊല്ലാൻ ഞങ്ങളില്ലേ? ഭൂമിയിൽ അതാ പട്ടണങ്ങൾ ഉണ്ടാക്കുന്ന രക്തം അതാ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, രക്തം ചിന്താൻ കാരണമാകുന്ന മനുഷ്യരെ നീ പടക്കുകയാണോ? അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് ഞാൻ അറിയുന്നത് അറിയില്ല. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നവനാണ്. അതാ നിങ്ങളെക്കാൾ തസ്ബീഹ് ചൊല്ലാൻ, നിങ്ങളെക്കാൾ ദിക്ർ ചൊല്ലാൻ എല്ലാ തടസ്സങ്ങളും ഉണ്ടായിരിക്കെ മലക്കുകൾക്കൊരു തടസ്സമില്ല, ഒരു ചിന്തയില്ല. ആ രൂപത്തിലാണ് അവരെ പടച്ചത്. എന്നാൽ ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും അല്ലാഹുവിനോട് ബന്ധപ്പെടാൻ, എന്നോട് ബന്ധപ്പെടാൻ. എല്ലാവർക്കും പ്രായമാകും, എല്ലാവരും രോഗികളാകും, എന്നല്ല രോഗമില്ലാതെ മരിച്ചു പോകും. നോക്കുങ്ങൾ, പെട്ടെന്ന് എത്ര ചെറുപ്പക്കാരാ മരിച്ചു പോകുന്നത്. രോഗികളായ ആളുകൾക്ക് അള്ളാഹുമായി ബന്ധപ്പെടാൻ ചാൻസ് അള്ളാഹു കൊടുക്കുകയാണ്. രോഗം തന്നിട്ട് ഒരു ഷുഗർ, എനിക്കിപ്പോ ഷുഗർ തുടങ്ങിയിട്ട് 7 വർഷമായി. ഷുഗർ തന്ന്, പ്രഷർ തന്ന്, അതും ഇതൊക്കെ രോഗങ്ങൾ തന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അള്ളാഹുലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ ഒരുങ്ങാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പോകണം കേട്ടോ, പോകണം കേട്ടോ, പോകാനായി കേട്ടോ, അല്ലെങ്കിൽ പോകാനുള്ള ഇതാണ് കേട്ടോ എന്നൊക്കെയാണ് രോഗങ്ങളിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചു തരുന്നത്. നമ്മൾ ഓർക്കണം, അള്ളാഹുലേക്ക് ഒരുങ്ങാൻ ഒരു ചാൻസ് ആണ് രോഗം എന്ന് പറയുന്നത്. അള്ളാഹു മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. പെട്ടെന്ന് മരിക്കുക എന്ന് പറയുന്നത് വലിയ മുസീബത്താണ്. എത്രയോ ഒരുങ്ങി രോഗിയായി കിടക്കുന്ന ഒരു സഹാബിയുടെ അരികിൽ മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് അതാ കൈകൊണ്ട് തടകിയിട്ട് പറയുന്നു, തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു രോഗം വന്നാൽ അവന്റെ രോഗം എത്രയുണ്ടോ അതിനനുസരിച്ച് അവന്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകൾ പൊറുക്കുന്നതാണ്. വെറുതെയല്ല. അജബല്ലിൽ മുഅ്മിൻ, മുഅ്മിന്റെ അജബല്ലിൽ മുസ്ലിം, മുസ്ലിമിന്റെ കാര്യത്തിൽ അത്ഭുതമാണ്. അതാ അവന് എല്ലാ കാര്യത്തിനും കൂലിയാണ്. ഹത്ത ശൗക്കത്തുല്ലത്തി യുശാഖുഹാ, അവന്റെ കാലിലൊരു മുള്ളുകുത്തിയാൽ വരെ അവന് കൂലിയാണെന്ന് മുത്തുനബി പറയുന്നു. രോഗമെന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. രോഗം അള്ളാഹു ഒരടിമക്ക് കൊടുത്താൽ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 10 വർഷം രോഗിയായി കിടന്നവരാണ്. കിടന്നു എന്ന് മാത്രമാണോ? ഇമാം ദാരിമിയുടെ ഹദീസ് എടുത്തു നോക്കിയാൽ മഹാനായ അയ്യൂബ് നബി എന്ന് പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മരുമകനാണ്. അവിടുത്തെ മകൾ റഹ്മത്ത് എന്ന് പറയുന്ന സഹോദരിയാണ് കല്യാണം ചെയ്തിരിക്കുന്നത്.
എഴുതിയിട്ടുള്ളത്. റഹ്മത്ത് ബീവിയോട് കൂടെ സന്തോഷത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരനായ അള്ളാഹുവിന്റെ നബിയായ അയ്യൂബ് നബി അലൈഹിസ്സലാം സന്തോഷത്തിൽ ജീവിക്കുന്നതിനിടയിൽ അതാ ഇബ്ലീസിനിക്ക് ദേഷ്യം വരുന്നു. എല്ലാ ജോലിയും അയ്യൂബ് ചെയ്യുന്നുണ്ട്, അതോടുകൂടെ എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്, അതോടുകൂടെ എല്ലാ തഖ്വയും ചെയ്യുന്നുണ്ട്. ഇത് ഒന്ന് നിർത്തണമെന്ന് ഇബ്ലീസിന് തോന്നുന്നു. ഇബ്ലീസ് അള്ളാഹുവിനോട് സംസാരിക്കുന്നു, അള്ളാഹുവിനോട് പറയുന്നു, അയ്യൂബിനെ ഞാൻ ഫിത്നയാക്കട്ടെ എന്ന് ചോദിക്കുന്നു. അള്ളാഹ് പറയുന്നു, അയ്യൂബിനെ ഫിത്നയാക്കാൻ നിനക്ക് കഴിയില്ല. അയ്യൂബിന് എത്ര പ്രശ്നം സംഭവിച്ചാലും അയ്യൂബ് എന്റെ പടിവാതിലിൽ നിന്ന് പോകുന്ന പട്ടണമില്ല എന്ന് ഇബ്ലീസിനോട് അള്ളാഹു പറയുന്നു. അതെ, എന്നാൽ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ഇബ്ലീസ് വന്ന് എന്തെല്ലാം പട്ടണങ്ങളാണ് അയ്യൂബ് നബിയിൽ ഉണ്ടാക്കിയത്. അയ്യൂബ് നബിയുടെ കുടുംബജീവിതം വലിയ ഗോതമ്പ് കൃഷി കൊണ്ടായിരുന്നു. കൃഷി ചെയ്തിരുന്ന കർഷകൻ അയ്യൂബ് നബി തന്നെയാണ്. ജോലി ചെയ്യൽ കൂലിയുള്ള കാര്യമാണ്, മരം വെക്കൽ കൂലിയുള്ള കാര്യമാണ്, കൃഷി ചെയ്യൽ കൂലിയുള്ള കാര്യമാണ്, കച്ചവടം ചെയ്യൽ കൂലിയുള്ള കാര്യമാണ്. നിയ്യത്ത് നന്നാക്കണമെന്ന് മാത്രം. ഒരു മരം വെച്ചാൽ ആ മരത്തിലുണ്ടാകുന്ന കായ്കനികൾ ഒരു പക്ഷി തിന്നാൽ ആ വെച്ചവന് കൂലിയാണ്, ആ ഭൂമിയുടെ ഉടമക്ക് കൂലിയാണ്, അതിന് വെള്ളം കൊടുത്തവന് കൂലിയാണ്. ഒരു പെരിച്ചായി പൂളക്കേങ്ങ് അടിയിലൂടെ കട്ടെടുത്ത് കൊണ്ടുപോയാൽ പൂള കുത്തിയവനക്ക് കൂലിയാണ്. മുസ്തഫ നബിയാണ് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അതാ വലിയ കൃഷി ചെയ്തവരാണ് അയ്യൂബ് നബി. മഹാനായ അയ്യൂബ് നബിയുടെ ഗോതമ്പ് കൃഷി കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചിരുന്നത്. ഒരു വീടുണ്ട്, അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീടുണ്ട്, 6 മക്കളുണ്ട്, സുഭിക്ഷമായ ജീവിതം, അല്ലാഹുവിനെ മറക്കാത്ത ജീവിതം. പതിരാവുകളിൽ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് കിടക്കുന്ന അയ്യൂബ്, തന്റെ ഭാര്യ, അവിടുത്തെ മക്കൾ, ആ ജീവിതം അങ്ങനെ അല്ലാഹുവിന് ഷാക്കിറായി പകൽ ടൈമിൽ കൃഷിയും മറ്റുമായി ജീവിക്കുന്ന ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അതാ ഇബ്ലീസ് അതാ പരിശോധിക്കുന്നു. ഇബ്ലീസിന്റെ പരിശോധനയ്ക്ക് അല്ലാഹു തആല അതാ വഴിയൊരുക്കുന്നു. ഇബ്ലീസ് വരുന്നു, തന്റെ ഗോതമ്പ് കൃഷി, ഏക്കറക്കണക്കിനുള്ള ഗോതമ്പ് കൃഷിക്ക് നേരെ തീക്കാറ്റ് കൊണ്ടുവന്നുകൊണ്ട് അതാ ആ തീക്കാറ്റ് അടുപ്പിച്ചുകൊണ്ട് ആ ഗോതമ്പ് കൃഷി കരിഞ്ഞു പോകുന്നു. എങ്ങനെയാണ് ഇനി നിത്യജീവിതം കൊണ്ടുപോവുക? അതിന്റെ ഇടയിൽ അതാ വലിയ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പതറുന്നില്ല. നാഥനായ റബ്ബിന്റെ വിധിയാണ്. അല്ലാഹു എന്നെ പടച്ചെങ്കിൽ, എന്റെ മക്കളെ പടച്ചെങ്കിൽ അതിനുള്ള ഭക്ഷണം അല്ലാഹു തരും. കൃഷിയല്ല കാര്യം, നാഥനാണ് ഞങ്ങളെ നോക്കുന്നതെന്ന അചഞ്ചലമായ വിശ്വാസത്തിൽ അതാ പതറാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം നിലകൊള്ളുന്നു. ഇബ്ലീസ് തോറ്റുപോയി. ഇബ്ലീസ് അതാ പിന്നെ ചെയ്യുന്നത് വലിയൊരു കൊടുങ്കാറ്റ് കൊണ്ടുവന്ന് തന്റെ വീടിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അതാ ആ വീടിനെ നിലത്തേക്ക് തകർത്ത് തരിപ്പണമാക്കുന്നു. അത് നിലം പൊത്തുന്നു. അതിന്റെ ചുവട്ടിൽ തന്റെ 6 മക്കൾ പെട്ട് മരിച്ചു പോകുന്നു. മാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഖൽബാകെ വിഷമിച്ചു. പക്ഷേ നാഥനായ റബ്ബെനിക്ക് കൂലി തരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കുന്നു. ഇബ്ലീസ് തോറ്റുപോകുന്നു. അവസാനം ഇബ്ലീസ് ചെയ്തത് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയ ചൂട് കടത്തിവിട്ടിട്ട് ഉഷ്ണവാദം എന്ന് പറയുന്ന രോഗമങ്ങ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഉണ്ടാക്കുന്നു ഇബ്ലീസ്. അതോടുകൂടെ അത് അയ്യൂബ് നബിക്ക് നിക്കക്കള്ളിയില്ലാതെ ശരീരത്തിന് തീരെ സുഖമില്ല. ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അയ്യൂബ് നബി അതാ വേദനിച്ച് പുളകുകയാണ്, വേദനിച്ച് പിടയുകയാണ്. പക്ഷേ റബ്ബിനോട് ഈ രോഗമൊന്ന് മാറ്റിത്തരണമെന്ന് പറയാൻ അയ്യൂബ് നബിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ഭാര്യയായ റഹ്മത്ത് ബീവി പറയുന്നു, ഭർത്താവേ, നിങ്ങൾ റബ്ബിന്റെ അടുത്ത അടിമയല്ലേ, നിങ്ങൾ നബിയല്ലേ, റബ്ബിനോട് ചോദിച്ചാൽ അവൻ ഉത്തരം ചെയ്യില്ലേ? എത്ര കഷ്ടതകളാണ് നിങ്ങൾ സഹിക്കുന്നത്, എത്ര വേദനയാണ് സഹിക്കുന്നത്. രാത്രിയും പകലിലും ഒരു സ്വസ്ഥതയുമില്ല. ജീവിക്കാനുള്ള എല്ലാ വഴികളും മുട്ടിപ്പോയി. മക്കളെ അടക്കം അതാ കൊന്നുപോയി. എല്ലാ അനുഗ്രഹങ്ങളും ബാഹ്യത്തുനിന്ന് ഊരപ്പെട്ടു.
ഇതങ്ങ് പറഞ്ഞപ്പോ അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് അവിടുത്തെ ഭാര്യ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞപ്പോൾ അയ്യൂബ് നബി പറഞ്ഞ വാക്ക്, റഹ്മത്തേ ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷത്തോളം സുഖജീവിതം എനിക്ക് തന്ന റബ്ബ്, ആ റബ്ബ് 10 വർഷത്തോളം എന്നെ സുഖത്തിൽ നിന്ന് മാറ്റി നിർത്താതെ ഞാൻ റബ്ബിനോട് ചോദിക്കുന്നത് അതബ് കേടല്ലേ റഹ്മത്തേ. സഹോദരിമാരെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവരൊക്കെ മനസ്സ്, എന്താണ് അവരൊക്കെ ചിന്ത. 10 വർഷം സുഖിച്ച ഞാൻ ഒരു 10 വർഷം വിഷമിക്കുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ഇത് മാറ്റിത്തരണമെന്ന്. അതബ് കേടല്ലേ? റബ്ബിന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ റഹ്മത്തെ? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, എല്ലാ കാലത്തും നമ്മുടെ ഐശ്വര്യം നിലനിന്നോളണമെന്നില്ല, എല്ലാ കാലത്തും നമ്മുടെ ആരോഗ്യം നിലനിന്നോളണമെന്നില്ല, എല്ലാ കാലത്തും നമ്മുടെ കച്ചവടം വളർന്നു നിന്നോളണമെന്നില്ല. ഇന്നത്തെ പണക്കാരൻ നാളത്തെ പാവപ്പെട്ടവനാണ്. ഈ ഒരു ഓർമ്മയിലായിരിക്കണം പണക്കാര് ജീവിക്കേണ്ടത്. എല്ലാം റബ്ബ് തരുന്നതാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു കാലത്ത് ഈ നാട്ടിലെ കൊമ്പന്മാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ കൊമ്പന്മാരുടെ പേരമക്കൾ ഇന്ന് ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. ഈ നാട്ടിലെ ഒരു കാലത്തെ പാവപ്പെട്ടവരുടെ പേരമക്കൾ ഇന്ന് പകര വില കൊടുത്ത് വാങ്ങാൻ കഴിവുള്ള പ്രഭുക്കളാണ്. അല്ലേ സഹോദരന്മാരെ? കാലം ഈ രണ്ടും വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞത് നമുക്ക് പഠിക്കാനാണ്. നമ്മൾ ഇങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കിയിട, നമ്മളെന്തായാലും വേണ്ടിയില്ല, നമ്മൾ ആഖിറാണ്ട് പോയാലും വേണ്ടിയില്ല, നിസ്കാരം കളായാലും വേണ്ടിയില്ല. അവിടെ 5 സെന്റ്, ഇവിടെ 10 സെന്റ്, അവിടെ സെന്റ്, ഇവിടെ സെന്റ്, ഈ ചിന്ത മാത്രം. സ്വത്തെടുക്കുന്നതിന് എതിർക്കുകയല്ല ഞാൻ, നമുക്ക് വേണം. പക്ഷേ ഇത് തന്നെ ബഹുമാനപ്പെട്ട കൊടുങ്കുടി മസ്താൻ പറഞ്ഞ പോലെ, എരന്തവനെ ചുമന്തവനും എരന്തിട്ടാൻ, അതെ ഇരിപ്പവനും എണ്ണി പാർക്ക മറന്നിട്ടാൻ. പറന്ന് പറന്ന് പണം തേടി പാപക്കടലിൽ നീരാടി, അപ്പടി എരന്തവനെ ചുമന്തവനും എരന്തിട്ടാൻ, അതെ ഇരിപ്പവനും എണ്ണി പാർക്ക മറന്നിട്ടാൻ. എരന്തവനെ ചുമന്തവനും എരന്തു, മരിച്ചവനെ ചുമന്നവനും മരിച്ചു. ഒരു മയ്യത്തിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ദിനം ഇതേ രൂപത്തിൽ ഒരു മയ്യത്ത് കെട്ടിയിൽ ഞാൻ കിടക്കുന്ന ടൈമുണ്ടെന്ന് ഓർക്കാൻ കഴിയാത്തവൻ ഈ മയ്യത്ത് കെട്ടിൽ പിടിക്കുന്നതിന് അർത്ഥമില്ല. ഈ മയ്യത്ത് കെട്ടിൽ ആത്മാർത്ഥതയിൽ പിടിക്കണമെങ്കിൽ ഒരു ദിനം ഞാനും ഇതുപോലെ കിടക്കുന്ന ഒരു ടൈമുണ്ട്. കുല്ലുബിനു അൻസവഇൻ ത്വലത്തി സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂനു. ഉമ്മ പറ്റ എല്ലാവർക്കും ഒരു ദിവസം 6 കാലുള്ള കട്ടിലിൽ കയറി പകരപ്പള്ളിയിലേക്ക് പകരക്കാര് മുഴുവനും പോകണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും ഒന്ന് ചിന്തിക്കൂ. ഒരു 100 കൊല്ല ശേഷം നമ്മളാരും ഇവിടെയില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന 10 വയസ്സ് പ്രായമുള്ള കുട്ടികളടക്കം 100 കൊല്ല ശേഷം 99% ആളുകളും മണ്ണിന്റെ ചുവട്ടിലാണ്. അതോടുകൂടെ നാളെ തന്നെ മണ്ണിന്റെ ചുവട്ടിലാവാൻ സാധ്യതയുണ്ട്. അടുത്ത കൊല്ലം സാധ്യതയുണ്ട്, അതിന്റെ അടുത്ത കൊല്ലം സാധ്യതയുണ്ട്, നമുക്കറിയില്ല. പക്ഷേ നാളത്തേക്ക് എന്ത് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. ഓരോ നഫ്സും ആലോചിച്ചു കൊള്ളട്ടെ, ചിന്തിച്ചു കൊള്ളട്ടെ. മാ ഖദ്ദമത്തിൽ വദ്, നാളത്തേക്ക് വേണ്ടി എന്ത് നിന്റെ കയ്യിലുണ്ട് സഹോദരാ? കാലങ്ങളായി വാള് കേൾക്കുന്നു, കാലങ്ങളായി ദിക്ർ ഹൽക്ക നടക്കുന്നു, പക്ഷെ ഇന്ന് വരെ ദിക്ർ ഹൽക്കയിൽ നമ്മളില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനല്ലാതെ എന്തിനാണ് ഇപ്പൊ അവിടെ ഒരു ദിക്ർ, എന്തിനാണ് ആ സ്വലാത്ത്, എന്തിനാണ് ആ വാളിന്റെ സദസ് എന്ന് പറയുകയല്ലാതെ, നന്മയുടെ നേരെ തിരിയാനല്ലാതെ നമ്മളെ മനസ്സിൽ അതാ ഇബ്ലീസ് കയറിക്കൂടി. നല്ലതിനോട് ചിന്തയില്ല, നല്ലത് ചൊല്ലുന്നവരോട് താല്പര്യമില്ല. നമ്മുടെ മനസ്സിലങ്ങ് ഭൗതിക ഭ്രമം, ഭൗതിക ഭ്രാന്തങ്ങ് കയറിക്കൂടി. നാളത്തേക്ക് വേണ്ടി എന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചിന്തിക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ.
ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവി ഇത് പറഞ്ഞപ്പോൾ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹയോട് അയ്യൂബ് നബി പറഞ്ഞ വാക്കാണിത്. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാം നാഥനായ റബ്ബിന്റെ തഖ്വയിലാണ്, ദിക്റിലാണ്, ഫിക്റിലാണ്, ചിന്തയിലാണ്. ആ ദിക്റിന് അതാ ഈ രോഗം കൊണ്ട് തടസ്സം വരുന്നു. അതാണ് അവരുടെ വിഷമം. കൃഷി നിന്നുപോയി, ജോലി നിന്നുപോയി. നമുക്ക് അങ്ങനെയല്ലേ? എവിടെങ്കിലും ഒരു കച്ചവടത്തിൽ എവിടെങ്കിലും ഒരു തകരാറ് വന്നാൽ, ഏതെങ്കിലും ഒരു ഭൂമി വിറ്റപ്പോ അതിലൊരു 1000 രൂപ കുറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ദുഃഖം കൊണ്ട് ദുഃഖം. ലാഭം കിട്ടിയാലോ ആ ഒരു ബോധം തന്നെ നമുക്കില്ല. കിട്ടുന്ന ലാഭങ്ങളെല്ലാം ഇവിടെ തന്നെ സംഭരിച്ചു വെക്കുക, ആഖിറത്തിലേക്ക് കൊടുത്തയക്കുന്ന പരിപാടിയില്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് 1 സെന്റ് സ്ഥലം ബാക്കി വെക്കാതെ വഫാത്തായി പോയി. അങ്ങനെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ എടുത്തിടാണ് ഭൂമി. നമ്മുടെ ഖബർ എത്രയുണ്ട്? മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എടുത്തിട്ട് ഏതെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? മക്കൾക്ക് എടുത്തിടാതെ പോയവർ ഇതാ ഈ ഭൂമിയെ അവർ കയ്യിലാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പണി അതാ. ഒന്നുകൊണ്ടും ഇവിടെ നിലനിൽപ്പില്ല. നാഥനായ റബ്ബാണെല്ലാം തീരുമാനിക്കുന്നത്. നീ കുറെ വലിയ ഉദ്ദേശങ്ങൾ വെച്ചതുകൊണ്ട് നടന്നോളണമെന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് കോടികൾ അതാ പൊടിച്ച് കച്ചവടത്തിലേക്ക് ഇറക്കി. അതാ കെൻറ്റിക്ക് മകൻഡാമ്പുവായമായ ഒരു പിടുത്തമില്ല. എത്ര ബിസിനസ്മാൻമാർ, വലിയ വലിയ ബിസിനസിന്റെ ആളുകൾ കോടികൾ കിട്ടുമെന്ന് മനസ്സിലാക്കി തുടങ്ങി. എവിടെ പോയി? അതാ ഒളിവിൽ കഴിഞ്ഞുകൂടുന്നു. സ്വസ്ഥമായി ജനങ്ങളുടെ ഇടയിലേക്ക് വരാൻ പറ്റുന്നില്ല. ജനങ്ങൾ പിടിച്ച് കൊന്നുകളയുമെന്ന പേടി വരെ വന്നുപോയി. ഇതല്ലേ ഇഷ്ടം പോലെ കാശുണ്ടാക്കണമെന്നല്ലേ ചിന്തയിൽ അല്ലാഹു തആല തരുന്ന ശിക്ഷയാണത്. ഒരുപക്ഷേ നാഥനായ അല്ലാഹു പൈസ തന്നേക്കാം. ഹലാലായ വഴിയിലൂടെ ചെറിയൊരു ജീവിതം എന്റെ കുടുംബത്തിന് വേണമെന്നേ ആഗ്രഹിക്കാൻ പാടുള്ളൂ സഹോദരന്മാരെ. അല്ലാത്തത് മുഴുവൻ മുസീബത്താണ്. അള്ളാഹുമായി ബന്ധപ്പെടണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അതാ അങ്ങ് ക്ഷമിച്ചു. അല്ലാഹ് പറയുന്നു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് എന്റെ അടിമകളുടെ കൂട്ടത്തിലുണ്ടായതുകൊണ്ട്, അയ്യൂബ് എന്റെ അടിമകളാകുന്ന മനുഷ്യ കൂട്ടത്തിലുണ്ടായതുകൊണ്ട് മനുഷ്യര് തന്നെ വലിയ നന്മയുള്ളവരാണെന്ന് പറയാൻ മാത്രം വളർന്നുപോയി. അത്രയും അയ്യൂബിനെ കൊണ്ട് സമൂഹത്തിന് ഫലമുണ്ടായി. ഇന്നഹു അവ്വാബ്. ഞാൻ അയ്യൂബിനെ എന്ത് പരിശോധിച്ചാലും അയ്യൂബ് ക്ഷമയോടെ അതിന് വഴിപ്പെട്ടവരാണ്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, നം തഹ്ത മിസാബിൽ ഖലാ മുതവസ്സിദം ബിസ്സബ്ർ. അല്ലാഹുവിന്റെ വിധികൾ, അതാ അല്ലാഹുവിന്റെ വിധികളാകുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ വിധികളുടെ ഓത്തിയുടെ ചുവട്ടിൽ നീ കിടന്നോ, വിധികൾ നിന്നിലേക്ക് ഒലിച്ചു വരട്ടെ. ഒരു ഓത്തിയുടെ ചോട്ട് കിടന്നാൽ സാധാരണ മഴ പെയ്യുന്ന ടൈമിൽ മഴന്റെ നേരെ നിന്നാൽ തുള്ളികൾ മാത്രമേ ശരീരത്തിൽ വരികയുള്ളൂ. എന്നാൽ ആ തുള്ളികളെ സമാഹരിച്ചു കൊണ്ടുവരുന്ന ഒരു ഓത്തിയുടെ ചുവട്ടിൽ വന്നു നിന്നാൽ എത്രയാണ് തലമുകളിലേക്ക് വരിക. ജിലാനി തങ്ങൾ പറയുന്നു, നം തഹ്ത മീസാബിൽ ഖലാ. ഏത് വിധി വന്നാലും സ്വീകരിക്കാൻ പറ്റിയ ക്ഷമയോടുകൂടെ മുതവസ്സിദം ബിസ്സബ്ർ, ക്ഷമ തലക്കും വെച്ച് ഉറങ്ങിക്കോ മനുഷ്യ. അല്ലാഹു തആല സ്വീകരിക്കാൻ എത്രയാണോ മുസീബത്ത് വരുന്നത് അതിനനുസരിച്ച് നാഥനായ റബ്ബ് കൂലി തരുന്നതാണ്. മാനപ്പെട്ട സയ്യിദി ഇമ്രാൻ ഇബ്നു ഹുസൈൻ സ്വഹാബികളിൽ അത്യുന്നതരാണ്. വലിയൊരു രോഗം വന്നു തനിക്ക്. രക്തം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, വേദനിക്കുന്നു. മുസ്തഫായ നബിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങള്, നബിയെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ ഇവരെ ക്ഷീണമായി പോയി, ബ്ലഡ് ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുന്നു നബിയെ, എനിക്ക് രക്തം നിൽക്കാതെ ആകുന്നു നബിയെ, എന്റെ ശരീരത്തിന് എല്ലാ ക്ഷീണവും വന്നിരിക്കുന്നു നബിയെ, അതുകൊണ്ട് എനിക്കൊരു ചികിത്സ പറഞ്ഞു തരണം, ഞാൻ ചികിത്സിക്കട്ടെയോ നബിയെ. അക്കാലത്തൊരു പ്രകൃതി ചികിത്സ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ ആ ചികിത്സ നടത്തുന്നു, രോഗം മാറുന്നു, സന്തോഷമായി. മാസങ്ങൾ കഴിയുന്നു. റസൂലുള്ളാഹി തങ്ങൾ അരികിൽ ഇമ്രാൻ തങ്ങൾ സങ്കടത്തോടെ വന്ന് പറയുന്നു, നബിയേ, എനിക്ക് ആ രോഗമുള്ള ടൈമിൽ എനിക്ക് വലിയൊരു അനുഗ്രഹമുണ്ടായിരുന്നു നബിയേ.
എന്താണ് ഇമ്രാൻ? മലക്കുകൾ വന്ന് എന്നോട് സലാം പറഞ്ഞിരുന്നു നബിയേ. ഞാൻ സലാം നേരിട്ട് മലക്കുകളെ സലാം കേട്ടിരുന്നു നബിയേ. ഞാനത് മടക്കിയിരുന്നു. ഇന്ന് എന്റെ രോഗം മാറിയതോടുകൂടെ എനിക്ക് അതാ ഒരു മലക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇമ്രാൻ രണ്ടും കൂടെ ഒരുമിച്ച് കൂടുകയില്ല. മലക്കുകൾ ഇഷ്ടപ്പെടാൻ, മലക്കുകളുടെ സലാം കിട്ടാൻ, നല്ല ഈമാനോടെ മരിക്കാൻ രോഗിയാകണമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം. രോഗമില്ലാതെ സുഖിച്ചങ്ങ് നടന്നാൽ മലക്കുകളുടെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നിനക്കില്ല, മലക്കുകളുടെ പ്രത്യേകമായ സലാം നിനക്കില്ല. തെറ്റും കുറ്റുണ്ട് എന്നല്ല, പ്രത്യേകമായ ആനുകൂല്യങ്ങൾ രോഗികൾക്ക് അല്ലാഹു തആല നൽകുന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മലക്കുകളുടെ സലാം കിട്ടിയിരുന്നത് നഷ്ടപ്പെട്ടു പോയി. ഒരു സഹാബി വനിത വന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയേ എനിക്കൊരു ബോധക്കേടുണ്ട്, ഒരു അപസ്മാരത്തിന്റെ അസുഖമുണ്ട്. ഈ അസുഖം എനിക്ക് വരുമ്പോൾ ഞാൻ ബോധം കെട്ട് വീഴും, ഞാൻ കാലിട്ടടിക്കും, എന്റെ ഔറത്തൊക്കെ കാണും. നബി തങ്ങൾ എനിക്ക് ശിഫക്ക് വേണ്ടി ദുആ ചെയ്യണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോളെ നിനക്ക് ദുആ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ നീ ഇൻ സബർതി ഫലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിന്റെ ഈ രോഗത്തിന്റെ പേരിൽ നിനക്ക് സ്വർഗമാണ്. രോഗികൾക്ക് സ്വർഗമാണ്. രോഗമുണ്ടായാൽ കയ്യുയർത്തിയാൽ ഉത്തരം കിട്ടും. രോഗികളല്ലാത്ത ആളുകൾ കയ്യുയർത്തുന്നതിലേറെ സ്വീകാര്യമാണ് രോഗികൾ കയ്യുയർത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗിയുടെ അരികിൽ ചെല്ലുന്നത് കൂലിയുള്ള കാര്യമാണ്. രോഗിയോട് ദുആ ചെയ്യാൻ പറയുന്നത് കൂലിയുള്ള കാര്യമാണ്. നമ്മളെ നാട്ടിലൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. രോഗിക്ക് വേണ്ടി ദുആ ചെയ്യൽ മാത്രമാണുള്ളത്. അതല്ല, അത് ചെയ്യണം, അത് സുന്നത്തായ കാര്യമാണ്. മറിച്ച് ഒരു രോഗിന്റെ അരികിൽ ചെന്നിട്ട് എനിക്ക് ദുആ ചെയ്യണമെന്ന് പറയണം. കാരണം അത് മൊയിലേരായാലും നാടനായാലും രോഗിയാണോ അവരുടെ ദുആക്ക് ഉത്തരമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് മോളെ. സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു തആല തരുന്ന രോഗങ്ങൾ ചികിത്സിക്കണ്ട എന്നല്ല, ചികിത്സിക്കൽ നല്ലത് തന്നെ. പക്ഷേ ഒരുപക്ഷേ രോഗം മാറിക്കൊള്ളണമെന്നില്ല, ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കണം, 25 വയസ്സ് 40ഉം 50ഉം വയസ്സ് കഴിഞ്ഞ ആളുകൾ, 60-70ഓളം വയസ്സുള്ള ആളുകൾ തന്നെ. ഞാനിപ്പോ അടുത്തൊരു രോഗിനെ സന്ദർശിച്ചു. അദ്ദേഹം പറയുന്നു, എനിക്ക് തീരെ വയ്യ. ഞാൻ പറഞ്ഞു, പ്രായമായില്ലേ? അദ്ദേഹം പറഞ്ഞു, ബൗട്ടിയിലേറെ പ്രായമായിട്ടില്ല, എനിക്ക് 70 വയസ്സേ ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണിത്, എന്തൊരു വാക്കാണിത്. ഏതാണ് 70 വയസ്സ്? മുസ്തഫായ നബി തങ്ങൾ 63-ൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അത് നമ്മൾ മറന്നുപോയി. ലോകത്തിന്റെ ഇൽമിനെ മുഴുവനും, ഭൂമിയുടെ തട്ടുകൾ മുഴുവനും ഇൽമു കൊണ്ട് വിതറിയതായ സയ്യിദി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ 55-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ലോകത്തെ ഇൽമിന്റെ വലിയ കെട്ടിടം നിർമ്മിച്ചു പോയ ഇമാമുൻ നബവി അവിടുത്തെ 45-ാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോയി. ലോകത്ത് ഫിഖ്ഹിന്റെ രംഗത്ത് വലിയ സേവനം ചെയ്ത ഇമാം സർക്കശി അവിടുത്തെ 44-ാം വയസ്സിൽ പിരിഞ്ഞുപോയി. ലോകത്ത് വലിയ അറബി സാഹിത്യ രംഗത്ത് സേവനം ചെയ്ത ഇമാം സീബവൈഹി അവിടുത്തെ 33-ാമത്തെ വയസ്സിൽ പിരിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട അയിമ്മത്തിന്റെ കൂട്ടത്തിൽ അതാ വിശ്വാസപരമായ കാര്യങ്ങളിൽ, തർക്കശാസ്ത്രത്തിലും അതാ പ്രയോഗങ്ങൾ ഏറ്റവും ഉയർന്ന രൂപത്തിൽ കൊണ്ടുവന്ന ഇമാം അഹ്മദുൽ ഖയാലി അവിടുത്തെ 32-ാമത്തെ വയസ്സിൽ വഫാത്തായി പോയി. 32 വയസ്സാണ് ഒരു ഇമാം ജീവിച്ച കാലം, 33 വയസ്സാണ് ഒരു ഇമാം ജീവിച്ച കാലം, 44 വയസ്സാണ് ഒരു വലിയ ഇമാം ജീവിച്ച കാലം, 45 വയസ്സാണ് ഒരു ഇമാം ജീവിച്ച കാലം. ഷാഫി ഇമാം ജീവിച്ചത് 55 വയസ്സാണ്. ഇനിയും അതാ ജീവിക്കണം, 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 ജീവിക്കണം. എന്തേ? മകളെ ഒന്ന് കെട്ടിച്ച് കാണണം. മകളെ കെട്ടിക്കാൻ അള്ളാഹ് സൗകര്യം കൊടുത്ത് കെട്ടിച്ചാലോ പിന്നെ ചിന്ത മകളൊന്ന് പെറ്റ് കാണണം. അതാ അതിനോട് ദ്വാർന്ന് അതും അള്ള കൊടുത്തു. പെറ്റപ്പ ചിന്ത മകൾക്കൊരു പെൺകുട്ടിയാണ്, അതിനൊന്ന് കെട്ടിച്ച് കാണണം.
അതാ അങ്ങനെ അത് തോർന്ന് റബ്ബ് അവന് ഹയാത്ത് കൊടുത്തു. അവളെയും കെട്ടിച്ചു. കെട്ടിച്ചപ്പോ എന്റെ പേരക്കുട്ടിക്ക് ഗർഭമുണ്ട്, അവളൊന്ന് പെറ്റ് കാണണം, എന്നിട്ടൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. അപ്പോഴേക്ക് 2 പേരവിടെ ഉണ്ടാക്കണം, അതൊന്ന് കാണണം, അതൊന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അതും ഉദ്ഘാടനം ചെയ്ത് അതിലും കയറി. അപ്പോൾ അതല്ലേ മനുഷ്യന്മാരല്ലേ, പിന്നെയും കുട്ടികളുണ്ടാവും, അവർക്കൊരു പേരുണ്ടാക്കി കാണണം, അവളൊന്ന് പെറ്റ് കാണണം, ആ പെറ്റ കുട്ടീനൊന്ന് കെട്ടിച്ച് കാണണം എന്നാണ് പിശാചേ ഈ ലോകത്തോട് പിരിയുക. ഈ ചിന്ത ചിന്തിച്ചാൽ, ഈ പോക്ക് പോയാൽ എന്താണ് ഈ ദുനിയാവിനോടുള്ള ഭ്രമം നീങ്ങുക? ഇതല്ലേ നമ്മുടെ മുഴുവനും മനസ്സിനെ സ്വാധീനിച്ച സ്വഭാവം. മുഴുവൻ മനുഷ്യന്മാരും മനസ്സിലിതാണല്ലോ. ഈ പ്രസംഗിക്കണ എന്റെ സ്വഭാവം തന്നെയാണ്. പൈശാചികമല്ലേ സഹോദരന്മാരെ? 200 കൊല്ലം നിന്നാ മതിയാവും, 1000 കൊല്ലം നിന്നാ പേരക്കുട്ടിനെ കെട്ടിച്ച് കാണ്ടി വരൂലേ, അവക്കൊരു പേരുണ്ടാക്കി കാണ്ടി വരൂലേ? കാര്യമായിട്ട് കുണ്ടൂരിസ്ഥാനം കണ്ടപ്പോ ഒരു വലിയ മനുഷ്യൻ ദ്വാരക്കാൻ പറഞ്ഞ ഞാൻ കണ്ടത്, പേരൊന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് മരിച്ചാൽ മതിയായിരുന്നേ. സുബ്ഹാനല്ലാഹ്, പേരൊന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് മരിച്ച മൂപ്പര് പേരുണ്ടാക്കി അതിൽ 10-60 കൊല്ലം ജീവിച്ചിന്. ഇനിയിപ്പോ വേറൊരു പേരുണ്ടാക്കി അതൊന്ന് ഉദ്ഘാടനം. എന്ത് പേര ഉദ്ഘാടനം? അതൊരു വലിയ സംഭവമായിട്ട് ഖബർ ഉദ്ഘാടനം ചെയ്യുന്ന ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. അതൊന്ന് നന്നായി കിട്ടണമെന്ന ചിന്തയില്ല, അതൊന്ന് നന്നാക്കണമെന്ന ചിന്തയില്ല. ഈ സുഖങ്ങളല്ലേ, എന്താ രസം! ഉദ്ഘാടനം തന്നെ, നല്ല ബെഡ്റൂം, നല്ല സൗകര്യം, അതൊന്നും ഹറാമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിലിവിടെ നിലനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏതൊക്കെ കൊമ്പന്മാരിവിടെ ജീവിച്ചു പോയി. ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് ഇവിടുന്ന് പിരിയണം, മരിക്കണം. എന്നും ഇവിടെ ഇങ്ങനെ വാദം പറഞ്ഞ് നടക്കാനാ വൗട്ടിയിലേ? എന്നും ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കാനും ദിക്റിന് നേതൃത്വം കൊടുക്കാനാ തങ്ങൾ പാപ്പ? തങ്ങൾ മരിക്കും, ഔട്ടിയിലേര് മരിക്കും, ഈ കേൾക്കുന്ന നിങ്ങൾ മരിക്കും. ഈ എല്ലാവരും ഈക്കി മേപ്പി ഒക്കെ പോകും ഇവിടുന്ന്. ആഖിറത്തിന് വേണ്ടി ചെയ്തോ എന്തെങ്കിലും? അള്ളാഹുവിന് വേണ്ടി ചെയ്തോ? ആഖിറം മറന്നുകൊണ്ട് പ്രവർത്തിക്കണ്ട. അല്ലാഹു തആല നമുക്ക് മാപ്പ് തരട്ടെ. സഹോദരന്മാരെ, ഇങ്ങനെ ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം. എന്ത് കിട്ടിയാലും മതിയാകുന്നില്ല. 10,000 രൂപ കിട്ടിയാൽ അതൊരു 20,000 ആക്കണമെന്ന് ചിന്തിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ല. നിത്യജീവിതത്തിന് വേണ്ടിയല്ല, നിത്യജീവിതത്തിന് വേണ്ടിയല്ല. നല്ല നല്ല പൈസ ഉള്ള ആളുകൾ, ഇഷ്ടം പോലെ ഭൂമിയുണ്ട്, വരുമാനവുമുണ്ട്. അവരുടെ മക്കൾ ആ ഭൂമിയിൽ അവർ ജീവിച്ചാൽ മതി, വരുമാനമുണ്ട്. അല്ലല്ല, ഒരു ജോലി വേണം, ഒരു ജോലി വേണം. എന്തിനാണ് ഈ ജോലി? എന്നാ ജോലി കൊടുത്താലോ ജോലിക്ക് വിട്ടു നിൽക്കൂല. ചെറുപ്പക്കാരങ്ങനെ ജോലി വേണം, റോട്ടിലിറങ്ങിയിട്ട് ജോലി വേണം. അതാ അതിന് വിപ്ലവം, ഇതിന് വിപ്ലവം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജോലി കൊടുത്താലോ പോവില്ല. സുബൈക്ക് അവിടെ കിടന്നു, സുബൈക്കാരെന്നുള്ള ഞാൻ എന്റെ ഓർമ്മയിൽ പറഞ്ഞതാ. ആ പരിപാടി ഇല്ല നമുക്ക്. ഈ രൂപത്തിലാണ് നമ്മുടെ അവസ്ഥ. ദുനിയാവിന് വേണ്ടിയുള്ള ജീവിതം. നമുക്കൊക്കെ മരിച്ചു പോകണം സഹോദരന്മാരെ. ഇതെന്നും എന്നും 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 ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്, അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഒരു രോഗം വന്നാൽ രോഗത്തിൽ ക്ഷമിക്കണം, ചികിത്സിക്കണം. അതോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മയാക്കാനുള്ളതാണ്. തലദ്ദൂലി അൽ ആലാമു ഇദ് അൻത മുസ്ലിമീ. ജിലാനി തങ്ങൾ പറഞ്ഞു അവിടുത്തെ ഐനിയയിൽ, അല്ലാഹുവേ എന്നെ നീ വേദനിപ്പിച്ചാൽ, എനിക്ക് നീ രോഗങ്ങൾ തരുമ്പോൾ എനിക്കത് രസമാണ് അല്ലാഹുവേ. കാരണം നീയാണല്ലോ എന്നെ രോഗിയാക്കിയത്. ഇത് വെറും കഥയാണ് ഈ പറയുന്നത്, ഇതൊരു നോവൽ ശൈലിയാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ നോവലല്ല, സാലിഹീങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അല്ലാഹു ആണോ എന്നെ രോഗിയാക്കിയത്, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നവരാണ് അവരൊക്കെ. രോഗങ്ങൾ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അങ്ങ് ക്ഷമിച്ചു. ക്ഷമിച്ചതോടുകൂടെ അല്ലാഹു തആല പറഞ്ഞത് കണ്ടില്ലേ? അയ്യൂബ്, അല്ലാഹുവിന്റെ ദിക്റിലായി കൂടിയിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം എനിക്ക് ആ ദിക്റിന്റെ ചിന്തയിൽ നിന്ന് തന്റെ മനസ്സ് തട്ടിയെടുക്കുന്ന രൂപത്തിലായി രോഗം. ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല. ദിക്ർ ചൊല്ലുമ്പോഴേക്കും മനസ്സതാ രോഗത്തിൽ കിടന്ന് വിഷമിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ മഹാനായ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ഖുർആനിൽ കാണാം. മനുഷ്യനെ ആകെ ആശ്ചര്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. റബ്ബി അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. സുബ്ഹാനല്ലാഹ്, എന്താണ് അതിന്റെ അർത്ഥം? അയ്യൂബ് നബിയുടെ ദുആ നോക്ക്. 10 വർഷം രോഗിയായ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, റബ്ബി പടച്ചവനെ, അന്നീ മസ്സനിയൽ ദുർ, എനിക്ക് രോഗമുണ്ടായിരിക്കുന്നു.
എനിക്ക് വിഷമമുണ്ടായിരിക്കുന്നു. മാറ്റി തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വിഷമമുണ്ട് നാഥാ, വഅന്ത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനല്ലേ അല്ലാ. എനിക്ക് പ്രയാസമുണ്ട് അല്ലാ, മാറ്റി തരണമെന്നൊരു വാക്ക് അയ്യൂബ് നബിയുടെ നാവ് കൊണ്ട് പറഞ്ഞില്ല. ഉടനെ തന്നെ റബ്ബ് തആല അയ്യൂബ് നബിയോട് പറയുന്നു, ഉർക്കുദു ബിരിജ്ലിക്, നിങ്ങളുടെ കാലുകൊണ്ട് നിങ്ങളുടെ അരികിലുള്ള പാറയിലൊന്ന് ചവിട്ടുക. 2 ചവിട്ട് ചവിട്ടിയതോടെ 1-ൽ നിന്ന് 2-ൽ നിന്നും അതാ നെൽത്തള്ളീൻ പുറപ്പെടുന്നു. അത് കുടിക്കുക, 5 നേരം അത് കുടിക്കുക. അതായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗത്തിന് കൊടുത്ത ചികിത്സ. ചുടുവാദം എന്ന് പറയുന്ന രോഗത്തിനെത്തി അതാ പ്രത്യേകമായ രൂപത്തിൽ വരുന്ന ഉറവ് വെള്ളമാണ് ഇന്നും പ്രകൃതി ചികിത്സ. അയ്യൂബ് നബിക്ക് അതാ പാറയിൽ നിന്ന് വന്ന ഉറവ് വെള്ളം കൊണ്ട് ചികിത്സിക്കാൻ അല്ലാഹു പറയുന്നു. ഇന്നും അതാണ് പ്രകൃതി ചികിത്സയിലുള്ളത്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയുടെ രോഗം അതായിരുന്നു. അയ്യൂബ് നബിയുടെ ശരീരത്തിന് അതാ പൊട്ടി വരുന്ന രോഗങ്ങൾ സുഖമാകുന്നു. സുഖമായി എന്ന് മാത്രമാണോ, കൃഷികളൊക്കെ അങ്ങ് വളർന്നു വരുന്നു. കൃഷികളൊക്കെ അങ്ങ് അതാ രണ്ടാമത് അള്ളാഹു നൽകുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, മറവ് ചെയ്യപ്പെട്ട മക്കളുടെ ഖബറരികിൽ ചെന്നിട്ട് വിളിക്കൂ അയ്യൂബേ. അയ്യൂബ് നബിയുടെ ക്ഷമ കാരണത്താൽ മരിച്ച മക്കളാറിനെയും അള്ളാഹു ഹയാത്താക്കി കൊടുക്കുന്നു. പുറമേ പുതിയ മക്കളായ 6 മക്കള് ജനിക്കുന്നു. അല്ലാഹുവിനോട് ക്ഷമിച്ചാൽ അല്ലാഹു ദുനിയാവും തരും ആഖിറവും തരുന്നതാണ്. അതിരിക്കട്ടെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടിയാണ് മലക്കുകൾ ഉള്ളത്. ഈ മലക്കുകളോട് അല്ലാഹു തആല പറയുന്നു, ആദമിനെ പടക്കുന്നതിൽ വലിയ രഹസ്യമുണ്ട്. നിങ്ങളെക്കാൾ ദിക്ർ ചൊല്ലുന്ന, നിങ്ങളെക്കാൾ നന്മകൾ ചെയ്യുന്നവരാണ് മനുഷ്യരിൽ നല്ലൊരു ഭാഗം. അത് ഞാൻ അറിയുന്നവനാണ്, നിങ്ങൾക്കത് അറിയുകയില്ല. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടക്കുന്നു. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവർ അസുലിൽ ആദ്യമായുള്ളത് മലക്കുകളാണ്. പിന്നെ അല്ലാഹുവിന്റെ ദിക്ർ അല്ലാഹു ഭൂമിയിൽ അങ്ങ് പരത്തി. എവിടൊക്കെ പരത്തി അല്ലാഹുവിന്റെ ദിക്ർ? മനുഷ്യർ ഒരു വിഭാഗം ദിക്ർ ചൊല്ലുന്നു, നമുക്കറിയാം. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലാത്ത സാധനങ്ങളില്ല എന്നാണ്. എല്ലാ വൃക്ഷങ്ങളും ദിക്ർ ചൊല്ലുന്നു. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്, വൃക്ഷങ്ങൾ ദിക്ർ ചൊല്ലുന്നുണ്ട്, കടലുകൾ ദിക്ർ ചൊല്ലുന്നു, ഭൂമി ദിക്ർ ചൊല്ലുന്നു, ആകാശം ദിക്ർ ചൊല്ലുന്നു. യുസബ്ബിഹുൽ ഹൈതാനു ഫിൽ മാ വഫിൽ ഫലാ വഹുശു വതൈറുൻ ഫിൽ ഹവാഇ മുസഖറു. മഹാന്മാര് പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ ആശയമാണ് യുസബ്ബിഹുൽ ഹൈതാനു ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു. വഫിൽ ഫലാ വഹൂഷ്, അതാ മരുഭൂമികളിൽ കാടുകളിൽ അതാ വന്യമൃഗങ്ങൾ ദിക്ർ ചൊല്ലുന്നു. ഹൂഷും വതൈർ ഫിൽ ഹവാഇ മുസഖർ, പക്ഷികൾ ദിക്ർ ചൊല്ലുന്നു. എല്ലാ സാധനങ്ങളും ദിക്ർ ചൊല്ലുന്നുണ്ട്. ജവാഹിറുൽ ഖംസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ കിതാബ് നോക്കിയാൽ ഓരോ പക്ഷികളുടെയും ദിക്റിന്റെ ശൈലി, അതിന്റെ അർത്ഥം അതിൽ കൊടുത്തിട്ടുണ്ട്. മഹാന്മാരുടെ കശ്ഫിയായ ഇൽമാണത്. എല്ലാ സാധനങ്ങളും ദിക്ർ ചൊല്ലുന്നുണ്ട് സഹോദരന്മാരെ. മഹാനായ നൂറുദ്ദീൻ ശാലിയാത്തി ഹമദാനി, നൂറുദ്ദീൻ ശൈഖ് തങ്ങൾ ചാലിയത്ത് കിടക്കുന്ന മഹാനവർകൾ പൊന്നാനി പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, മോനെ അപ്പുറത്ത് പോയിട്ട് ഒരു വെറ്റില നുള്ളിക്കൊണ്ടുവരണം. താൻ മുറുക്കുന്ന ആളായിരുന്നു, വെറ്റില മുറുക്കുന്ന ആളാ, വെറ്റില നുള്ളിക്കൊണ്ടുവരണം. നൂറുദ്ദീൻ ശൈഖ് തങ്ങൾ പോയി. അതാ ഒരു ഉണങ്ങിയ, ഒരു തളർന്നു വീണ, ഒരു പഴുത്ത് വീണ വെറ്റിലയുമായി വന്നു. എന്തേ മോനെ നല്ലൊരു പച്ചില കൊണ്ടുവരാഞ്ഞത്? ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ശൈഖ് പറഞ്ഞത്, ഉസ്താദേ, ഞാൻ വെറ്റിലയെ നുള്ളാനങ്ങ് ചെന്നപ്പോൾ വെറ്റില ദിക്ർ ചൊല്ലുന്നത് ഞാൻ കേട്ടു. എനിക്കതാ അടുത്ത ഇലയിലേക്ക് കൈ നീട്ടിയപ്പോൾ അത് ദിക്ർ ചൊല്ലുന്നത് ഞാൻ കേട്ടു. ഞാൻ കൈവക്കുന്ന പച്ചിലകൾ മുഴുവനും ദിക്ർ ചൊല്ലുന്നു. എനിക്ക് ദിക്ർ ചൊല്ലുന്നതിനെ മുറിക്കാൻ കഴിയുന്നില്ല. നമുക്ക് കാതില്ല, കണ്ണില്ല, അന്ധന്മാരാണ്, ബധിരന്മാരാണ്. ഈ ജന്തുക്കളുടെയും ഈ സാധനങ്ങളുടെയും മരങ്ങളുടെയും ദിക്റും തസ്ബീഹും മനസ്സിലാക്കാനുള്ള അല്ലാഹ് പറയുന്നു, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലായില്ല.
അതാ ഒരു അൻസാരിയുടെ തോട്ടത്തിലൂടെ റസൂലുള്ളാഹി നടന്നു പോകുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി ഖുതുബുൽ ആലം സയ്യിദി സിഎം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവർ അടുത്തു കഴിഞ്ഞു പോയ ഔലിയാക്കളിൽ വലിയ ഉന്നത സ്ഥാനമുള്ളവരാണ്. പറയാൻ ടൈമില്ല അവിടുത്തെ കറാമത്തുകളൊന്നും. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഉപ്പമാരെ, ഈ ദിക്ർ ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹിയുടെ കയ്യിലൂടെ കിട്ടിയതാണ്. ഇതിൽ 90%. വൈലത്തൂർ തങ്ങൾ പാപ്പ ദിക്ർ എഴുതി ആ ദിക്റിൽ നിന്ന് ഒരു കോപ്പി എനിക്ക് തന്ന് ഇത് എവിടെയും സ്ഥാപിച്ചോ എന്ന് എന്നോട് 10-20 വർഷം മുമ്പ് പറഞ്ഞ ആ ദിക്റിൽ അല്പം സ്വലാത്തുകൾ മാത്രം ലാസ്റ്റിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആ സ്വലാത്താണെങ്കിലോ എന്റെ ഉസ്താദുമാരെ എനിക്ക് ഇജാസത്ത് തന്ന സ്വലാത്തുമാണ്. എല്ലാം ചെറിയ ദിക്റുകളാണ്. എത്രയും ചുരുക്കാം, എത്രയും ഏറ്റാം, ആ രൂപത്തിലാണ് ഈ ദിക്റുള്ളത്. ഈ ദിക്ർ പങ്കെടുത്താൽ വലിയ പുണ്യമായിരിക്കും. ഇതിലുള്ള മഹാന്മാരുടെ പേരുകൾ 10-40ഓളം ഔലിയാക്കളുണ്ട്. ഒരാളെ പറ്റി തന്നെ മണിക്കൂറുകളോളം പറയണം. അത്രയും വലിയ വലിയ മജ്ദൂബുകൾ, സക്രാന്മാരായ ഔലിയാക്കളുടെ പേരുകളൊക്കെ ഇതിലുണ്ട്. അവരെ മേൽ ഫാത്തിഹയുണ്ട്. അല്പം ദിക്റും ആ ദിക്റും ചൊല്ലി സിഎം വലിയുല്ലാഹിയുടെ ഈ ദിക്ർ നിങ്ങൾ നടത്തുകയാണെങ്കിൽ, നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ, എല്ലാ മാസവും ഈ വേദി നിങ്ങൾ ഇവിടെ ഇതിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ സിഎമ്മുമായി നിങ്ങൾക്ക് ബന്ധം ലഭിക്കും. നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടായിരിക്കും. ആ സദസ്സിൽ ദുആ ചെയ്താൽ ഉത്തരമുണ്ടാകും. ആ സദസ്സിലേക്ക് നേർച്ചയാക്കിയാൽ ഫലമുണ്ടാകും. കൂടുതലൊന്നും ആ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കാൻ ടൈമില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് ഏൽപ്പിക്കുന്നത്. എല്ലാ മാസവും ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നിങ്ങൾക്ക് നേതൃത്വം തരും. പറ്റുന്ന ടൈമിലൊക്കെ ഇൻഷാ അല്ലാഹ് ഞാനും വരും. പക്ഷേ എനിക്ക് കഴിയില്ല, നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാക്ക് കഴിഞ്ഞത് കൊണ്ടല്ല, എന്നാലും നമ്മളുടെ നിർബന്ധം കൊണ്ട് തങ്ങൾ പാപ്പ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകരുടെ നിർബന്ധം കൊണ്ട് ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങൾ പാപ്പയായിരിക്കും അത് നടത്തുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ദിക്ർ എല്ലാ സാധനവും ദിക്ർ ചൊല്ലുന്നു. നൂറുദ്ദീൻ ശൈഖ് തങ്ങള് അതാ ഒരൊറ്റ പച്ചിലം മുറിക്കാൻ കഴിയാതെ തളർന്നു വീണ വെറ്റിലയുമായാണ് ഉസ്താദിന്റെ അരികിലേക്ക് പോയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ ഖബറിന്റെ ഈ 2 ഖബർ ആരുടേതാണ്? ഇവരെ യുഅദ്ദബാൻ, അവരെ ഇതിൽ ശിക്ഷിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമാ യുഅദ്ദബാനി ഫീ കബീർ, അവരെ ശിക്ഷിക്കപ്പെടുന്നത് അവരുടെ മനസ്സിൽ വലിയൊരു തെറ്റ് ചെയ്ത പേരിലല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ബൽ ഹുവ കബീർ, പക്ഷേ അവര് ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്. അവർക്കത് വലിയതായി തോന്നിയില്ല. എന്തേ അവര് ചെയ്ത വലിയ തെറ്റ്? ഒരാള് മൂത്രമൊഴിച്ചാൽ നല്ല പോലെ വൃത്തിയാക്കുമായിരുന്നില്ല. ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മുടെ വീടുകളിലുള്ള ഏറ്റവും വലിയ മുസീബത്തിന്റെ കാലമാണിത്. ടൈൽസ് വന്ന കാലിച്ചിടുകയാണ്. ഒളു ചെയ്തിട്ട് നഗ്നമായ കാലുകൊണ്ടാണ് നിസ്കാരപ്പായിലേക്ക് നടന്നു പോകുന്നത്. ഈ ടൈൽസിൽ മൂത്രമൊഴിച്ചത് വൃത്തിയാക്കിയത് ശാഫി മദ്ഹബ് അനുസരിച്ചല്ല, ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിലല്ല ശുദ്ധിയാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ശുദ്ധിയാക്കല്? നമ്മുടെ ഉമ്മമാരെ, നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ശുദ്ധിയാക്കുന്നത് കണ്ടാൽ നമ്മുടെ ഇവിടെ പങ്കെടുത്ത ഒരു പെണ്ണിനിക്കും യഥാർത്ഥത്തിൽ ഭൂമി ശുദ്ധിയാക്കാൻ അറിയില്ല, വീടിന്റെ അകം ശുദ്ധിയാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവുകയില്ല. ആ രൂപത്തിലാണ് ഇന്ന് വീടുകളിലെ ശുദ്ധീകരണമുള്ളത്. ടൈൽസിൽ കുഞ്ഞിന് മൂത്രമൊഴിച്ചാൽ ചെയ്യുന്നത് എന്താണ്? ഒരു പഴയ എന്തെങ്കിലും തുണികളോ മറ്റോ വീട്ടിലുണ്ടായിരിക്കും. അത് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ ബക്കറ്റില് ആ വെള്ളത്തിൽ ഈ തുണിയും ഇട്ടിട്ട് ഒരു പഴയ ബനിയനോ അല്ലെങ്കിൽ പഴയ ഒരു ജഡ്ഡിയോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു തോർത്തുമുണ്ടോ അതിലിട്ടിട്ട് വരികയാണ് ഈ ഉമ്മ ഇത് വൃത്തിയാക്കാൻ. ദുനിയാവെന്ന് വൃത്തിയാവൂല ഉമ്മ ഈ രൂപത്തിൽ വന്നാൽ. ബക്കറ്റിൽ ഇതിട്ടിട്ട് വന്നിട്ട് ഈ ബക്കറ്റില് ഉള്ള ഈ സാധനം എടുത്തിട്ട് ഈ ടൈൽസിന്മേക്ക് ചെറിയ നിലക്കൊന്ന് പിഴിഞ്ഞിട്ട് ഈ ടൈൽസുമുള്ള മൂത്രം അങ്ങ് ഒപ്പിയെടുക്കുകയാണ്. എന്നിട്ട് ബക്കറ്റിലിട്ട് കഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്. 4 മദ്ഹബിലും ഈ ശുദ്ധീകരിച്ചത് ശരിയല്ല, ശുദ്ധീകരണമായിട്ടില്ല, മറിച്ച് അല്പസ്ഥലത്തുള്ള നജസ് ചുറ്റുഭാഗത്തും അങ്ങായി പോയി. ഇവളെ കയ്യും നജസായി, ഇവളെ വെള്ളവും നജസായി, ഇവളെ ബക്കറ്റും നജസായി, ചുറ്റുഭാഗം അങ്ങ്
തുടച്ച സ്ഥലം മുഴുവൻ നജസായി വൃത്തിയായി എന്ന് പറഞ്ഞ് അവളങ്ങ് പോകുന്നു. അതിലൂടെയാണ് ഭർത്താവ് ഒലു ചെയ്ത് കടന്നു പോകുന്നത്. അതിലൂടെയാണ് വീട്ടിൽ ഉദ്ഘാടനത്തിന് വന്ന ഉസ്താദ് അതാ റൂമിൽ നിന്ന് ഒലു ചെയ്ത് കടന്നു പോകുന്നത്. അതിലൂടെയാണ് എല്ലാവരും നനഞ്ഞ കാലുമായി നടന്നു പോകുന്നത്, വേർത്ത കാലുമായി നടന്നു പോകുന്നത്. നജസ് തന്നെ. നിസ്കാരം സഹീഹല്ല. നിസ്കാര റൂമിലേക്ക് നടന്നു പോയ ടൈൽസ് നജസിന്റെ ടൈൽസാണ്. ഇതേ രൂപത്തിലല്ലേ വീടിന്റെ അകത്തുള്ള ശുദ്ധീകരണമുള്ളത്. ഇനി പുറത്തുള്ള ശുദ്ധീകരണം മനഹരിക്കുന്ന രൂപം. പെണ്ണ് മനഹരിക്കലും ആണ് മനഹരിക്കലും ഇസ്ലാമിൽ കുറെ നിയമങ്ങളുണ്ട്. എത്ര പള്ളികളാണ് അവസ്ഥ. പള്ളികളെ കാര്യം പറയണ്ട. ഇന്ന് ടൈറ്റ് ഫിറ്റുള്ള പാന്റ് ഇടുന്ന മക്കളാണ്. ആ മക്കള് വന്നിട്ട് ചില മക്കള് ഇരുന്ന് മൂത്രിച്ചാൽ അവൻ ആകെ നജസിലാകും. നിന്ന് മൂത്രിക്കും, അപ്പോഴോ അവൻ അതിനപ്പുറം നജസിലാകും. ഞാൻ എത്രയോ കണ്ടതാണ്. ചാലിയത്തിന് ഭയങ്കര ഈ മഴ പെയ്യണായിരിക്കും, ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. നോക്കുമ്പോ എന്താ ഒരു വലിയൊരു മുത്തം മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ പാത്തിക്കുന്നു. എന്നിട്ടോ ഒരു കോപ്പയിൽ വെള്ളത്തിൽ ആണ്ട് ഒഴിക്കുമ്പോ ഈ മൂത്രത്തിക്കാണ് തിറ്റുന്നത്. എന്നിട്ട് അതിന് തെറിച്ച് അവന്റെ പാന്റിലേക്കാണ് വരുന്നത്. ഈ പാന്റ് എടുത്താണ് പള്ളിയിലേക്ക് വരുന്നത്. സഹോദരാ, നിന്റെ നിസ്കാരം സഹിയല്ല. നീ പള്ളിയിൽ കയറിയതോടുകൂടെ പള്ളിയും നജസായി പോയി. ആ നജസിലൂടെ നടന്നു വന്ന ജുമാക്ക് വന്നവരുടെ ജുമാ ബാത്തിലായി പോയി. അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് നീ കാലുവെച്ച സ്ഥലത്തിലൂടെ കാലുവെച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലായി പോയി. നാട്ടുകാരുടെ മുഴുവനും നിസ്കാരം നീ ബാത്തിലാക്കിയില്ലേ? ഇതല്ലേ നിന്റെ പാന്റിന്റെ അവസ്ഥ. ഈ രൂപത്തിൽ നജസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ ഖബറാളിക്ക് ശിക്ഷയെന്ന് ഖാല റസൂലുള്ളാഹി. ആർക്കുണ്ട് ബോധം? ആർക്കുണ്ട് ശ്രദ്ധ? നജസ് വിഷയമല്ല. ചെറിയ മക്കള്, കുഞ്ഞമ്മക്കൾ അതാ എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞമ്മക്കളെ താലോലിച്ചെടുക്കുന്ന അനുജന്മാരും ജേട്ടന്മാരും പെങ്ങന്മാരും എല്ലാവരും താലോലിച്ച് കുഞ്ഞമ്മക്കളെ എടുക്കും. കുഞ്ഞമ്മക്കൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. ഈ ഛർദ്ദിച്ചത് കുപ്പായത്തിലായാൽ അത് നജസാണെന്ന ചിന്ത നമുക്കില്ല. ചെറിയ കുട്ടിയുടെ ഛർദ്ദിച്ചതായാലും കടുത്ത നജസാണ്. വലിയവൻ ഛർദ്ദിച്ച അതേ വിധിയാണ്. കുട്ടികൾ ഛർദ്ദിച്ചാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ ശ്രദ്ധ നമുക്കില്ല. നമ്മുടെ കുപ്പായത്തിലേക്ക് കുട്ടി ഛർദ്ദിച്ചാൽ അതങ്ങ് തുടച്ചു കളയുകയാണ്. തുടച്ചതുകൊണ്ട് ശുദ്ധിയാവുകയില്ല. അത് നജസ് ശുദ്ധിയാക്കുന്ന പോലെ നല്ല പോലെ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. അതും വെള്ളത്തിലേക്ക് അങ്ങിട്ട് ശുദ്ധിയാക്കിയാൽ ശുദ്ധിയാകൂല. വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് ശുദ്ധിയാക്കണമെന്നാണ് ശാഫിഈ മദ്ഹബ്. വളരെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വമാ യുഅദ്ദബാനി ഫീ കബീർ. അവരെ ശിക്ഷിക്കപ്പെടുന്നത് അവരുടെ ചിന്തയിൽ വലിയ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, പക്ഷേ അത് വലിയ തെറ്റ് തന്നെ. ശരീരം ശുദ്ധിയാകാതെ ഒരിക്കലും നിസ്കാരം സഹിയല്ല. എത്ര നിസ്കരിച്ചിട്ടെന്ത് കാര്യം? മനേരിച്ചോടം ശുദ്ധിയായിട്ടില്ല. ഉമ്മമാരെ, മൂത്രിക്കാൻ പോകുന്ന നിങ്ങള് ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റല്ലേ വീട്ടിലൊക്കെയുള്ളത്. അതിനൊത്തുകൊണ്ട് തന്നെ കാലത്തിനൊപ്പിച്ചുകൊണ്ട് എല്ലാം നമ്മുടെ വീട്ടിനകത്തെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ ചന്തി ഭാഗത്തേക്ക് നിർബന്ധമായും അതിലുള്ള വെള്ളത്തിൽ നിന്ന് തെറിക്കാതിരിക്കുകയില്ല. അതും അങ്ങ് അടഞ്ഞിരുന്നിട്ട് മനേരിക്കുന്ന ഉമ്മമാരെ, മനേരിക്കുന്ന സഹോദര സഹോദരിമാരെ, ആ വെള്ളത്തിൽ നിന്ന് ഒരു ചെറിയ തുള്ളി നിങ്ങളുടെ ചന്തി ഭാഗത്തേക്ക് വന്നാൽ നിങ്ങളുടെ ശരീരം നജസാണ്. അതാ ആർക്ക് ശ്രദ്ധയുണ്ട്? നല്ലപോലെ അതാ വെള്ളം അടിച്ച് ശുദ്ധിയാക്കിയ ക്ലോസറ്റ് ആണെങ്കിലും അതിലെ ഒരിക്കലും ശുദ്ധിയാവുകയില്ല. ക്ലോസറ്റിൽ നിന്ന് ഒരിക്കലും തന്നെ ഒരു മദ്ഹബ് അനുസരിച്ച് ശുദ്ധിയാക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ക്ലോസറ്റിന്റെ സൃഷ്ടിപ്പുള്ളത്. അതുകൊണ്ട് നീ അതിലെത്ര വെള്ളമൊഴിച്ച് വെളുത്ത പ്യൂർ വെള്ളമെന്ന് നീ പേര് പറഞ്ഞാലും ഒരിക്കലും അത് ശുദ്ധിയല്ല. നീ എത്ര വെള്ളമടിച്ചിട്ട് നല്ല പോലെ വൃത്തിയായ ക്ലോസറ്റിന്റെ മുകളിൽ നല്ല പോലെ വെള്ളം അടിച്ചിരിക്കും. ചില ആൾക്കാർ അങ്ങനെ പറയാം, ചില ഗൾഫേര് നല്ല പോലെ ഒന്ന് വെള്ളം അടിച്ചിട്ടാണ്ട് ഇരുന്നാ മതി. നല്ല വെള്ളം അടിച്ചിരുന്നാല് എന്താ പറയാനുള്ളത്? നജസായത് അറിയില്ല, വേറെ കാര്യമൊന്നുമില്ല. വെള്ളം അടിച്ചില്ലെങ്കിൽ ഒന്നായിട്ട് മേത്തുക്ക് ഒന്നായിട്ട് നജസ് കാഴ്ചയിൽ തന്നെ വരും. ഇനി വെള്ളം അടിച്ചിരുന്നാലും ഒന്നായിട്ട് കഴുകിയിരുന്നാലും അത് നജസാണ്. ക്ലോസറ്റിലെ വെള്ളം നജസാണ്. അത് ശുദ്ധിയാകുന്ന കാലമില്ല.
അത് ശുദ്ധിയാക്കാൻ കഴിയില്ല. ക്ലോസറ്റ് ശുദ്ധിയാക്കാൻ കഴിയില്ല. ഷാഫി മദ്ഹബ് അങ്ങനെയാണ്. ക്ലോസറ്റിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അഥവാ ഒരു കൊക്കിന്റെ മോഡലാണ് ക്ലോസറ്റിന്റെ സൃഷ്ടിപ്പുള്ളത്. അതിന്റെ രണ്ടു ഭാഗവും ഒരേപോലെ നിൽക്കുകയാണ്, എന്നാലേ സ്മെല്ല് വരാതിരിക്കുകയുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കാണാലോ. എപ്പോഴും അതിൽ വെള്ളം നിൽക്കാനുള്ള കാരണം എന്താ? അവിടെ ഒലിച്ചു പോകാത്ത എന്താ? കുറച്ച് ഈ രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ കിവി മോഡൽ നമ്മളെ ഈ ഇതുണ്ടല്ലോ, പൈസയുടെ മുകളിലുള്ള ആ ചിഹ്നം ശൈലിയിൽ ഇങ്ങനെയാണ് ക്ലോസറ്റ് പടക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നടുവിൽ നിൽക്കുന്ന വെള്ളത്തെ എത്ര വെള്ളം ഒഴിച്ചാലും എത്ര വെളുത്താലും ശുദ്ധിയാകുന്ന കാലമില്ല. ഈ വെള്ളം അടിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയണമെങ്കിലേ ശുദ്ധിയാവുകയുള്ളൂ. പിന്നെ നീ അതിന്റെ മുകളിൽ നിന്ന് എത്ര ഉഷാറിൽ നീ മനരിച്ചാലും നിന്റെ ദേഹത്തേക്ക് തെറിക്കാതിരിക്കുകയില്ല. തെറിച്ചാൽ അരാക്കിപ്പെട്ട് കഴുകാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയല്ല. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതാ ഇവര് ചിന്തിച്ചത് ഇത് വലിയ നജസാണെന്നല്ല, വലിയ നജസാണ്. വമാ യുഅദബാനി ഫീ കബീർ, വലിയതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ അത് വലിയത് തന്നെ. ആ രൂപത്തിലുള്ള ഖബർ ഇപ്പുറത്ത് നമീമത്ത് പറയുന്ന ആളുടെ ഖബറാണെന്ന് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ രണ്ട് കൊമ്പ് കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ കുത്തുകയാണ്. എന്തേ പറഞ്ഞത്? ആ ഖബറാളിക്ക് കൊമ്പിന്റെ ദിക്ർ കൊണ്ട് പൊറുക്കപ്പെടുമെന്നാണ്. അഥവാ മരക്കൊമ്പുകൾ തസ്ബീഹ് ചൊല്ലുന്നു, ജന്തുക്കൾ മുഴുവനും തസ്ബീഹ് ചൊല്ലുന്നു, മനുഷ്യന് മാത്രം തസ്ബീഹ് ചൊല്ലുന്നില്ല. വളരെ തുച്ഛം ആളുകൾ അള്ളാഹുവിന്റെ ദാക്റുകളാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ മഴ വർഷിക്കുന്നത്, അതുകൊണ്ടാണ് സസ്യലതാദികൾ മുളക്കുന്നത്, അതുകൊണ്ടാണ് കാരുണ്യമുള്ളത്. ഈ ഭൂമിയിൽ ചെറിയ മക്കളും നാൽക്കാലികളും സസ്യങ്ങളുമില്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൗലാ ശുയൂഖുൻ റുക്ക വബഹായിമു റുക്ക وصبيان الله لصب الله عليكم العذاب صبا لولا شيوخ ركع. അതാ മുതുവളഞ്ഞതായ വയസ്സന്മാർ അതാ മരിക്കണം മരിക്കണം, ഒരു തമാടിത്തരം അവർക്കറിയില്ല. അതാ അവരെ എല്ലാ നിലത്തും അതാ പറ്റിക്കാൻ പറ്റിയ പ്രകൃതിക്കാർ, പാവപ്പെട്ട മനസ്സിന്റെ ഉടമകളായ വയസ്സന്മാർ. അല്ലാഹു നമ്മുടെ നാട്ടിലെ വയസ്സന്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. വയസ്സന്മാരങ്ങ് പോയാൽ നാടിലെ അദാബാണ്. ചെറുപ്പക്കാരെ, നമ്മുടെ വീടകത്തുള്ള ഉമ്മ, വീടകത്തുള്ള ഉപ്പ, പ്രായം ചെന്ന ഉമ്മ നിന്റെ ടൈൽസ് അറിയില്ല, നിന്റെ ഗ്രാനറ്റ് അറിയില്ല. അവരാ നിസ്കാരപ്പായിൽ ഇരുന്നിട്ടൊന്ന് തുപ്പിയാൽ നിനക്ക് വെറുപ്പാണ്. നിന്റെ ടൈൽസ് മുകളിലായി പോയി, ആ തുപ്പലം ഒന്നും പറയല്ലേ. ആ ഉമ്മ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന കാലത്ത് ഈ പകരയുടെ നാട് മുഴുവനും ബറക്കത്താണ്. അവരാ നിസ്കാരപ്പായിലിരുന്ന് ആ കൈ അല്ലാഹുവിലേക്ക് പൊക്കുന്ന സ്ഥാനത്ത് നമ്മൾ 1000 വർഷം പൊക്കിയാലും നമ്മുടെ മനസ്സതിന്റെ കൂടെ പൊങ്ങുകയില്ല. ഇവിടുത്തെ വയസ്സന്മാര് മരിച്ചുപോയാൽ നാടിന് മുസീബത്താണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ ഉമ്മയോട് ഞാൻ പോകട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് കൈപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആലിംഗനം ചെയ്തുകൊണ്ട് സലാം പറഞ്ഞിറങ്ങാനൊരു ഉമ്മയില്ലെങ്കിൽ ദുഃഖം തന്നെ. ഞാൻ പോകട്ടെ ഉപ്പ ദ്വാരക്കണമെന്ന് പറഞ്ഞൊന്ന് സലാം പറഞ്ഞൊന്ന് ആലിംഗനം ചെയ്യാൻ ഉപ്പയില്ലെങ്കിൽ അത് ദുഃഖം തന്നെ. ഭാര്യയോട് പറഞ്ഞതേപോലെ ആത്മാർത്ഥതയിൽ പറഞ്ഞു പോരാൻ കഴിയുമോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ചിന്തയുള്ളത് ഉമ്മയാണ്, ഉപ്പയാണ്. ഭാര്യയുടെ ചിന്ത അതല്ല. അവൾക്ക് TV കാണാനുള്ളവളാണ്. ഭർത്താവ് പോയിട്ട് പൈസ അയച്ചിട്ട് വേണം നല്ലൊരു വീട് സ്വന്തം ഉണ്ടാക്കിയിട്ട് ഈ അമ്മായിമ്മന്റെ ശല്യമില്ലാതെ ഒന്ന് നല്ല പോലെ TV കണ്ട് കിടക്കാൻ പറ്റിയൊരു വീടുണ്ടാക്കണമെന്ന് മന്ത്രിക്കുന്ന ഉടമയായ നിന്റെ ഭാര്യ നിന്നെ യാത്ര അയച്ചിട്ട് നിനക്ക് ഏത് സ്വർഗം കിട്ടാനാണ്? നിനക്ക് ഏത് നന്മ കിട്ടാനാണ്? ഏത് നന്മ കിട്ടാനാണ്? ഏത് ഗുണം കിട്ടാനാണ്? നിന്റെ ഭാര്യയുടെ മനസ്സിലുള്ളത് ഒന്ന് നല്ല പോലെ ഒരു വീടെടുക്കണം, എന്നിട്ട് നല്ല ചിത്രങ്ങൾ കാണണം, ഭർത്താവിലേക്ക് ഫോൺ ചെയ്യണം, പറ്റിയ നല്ല ചിത്രങ്ങൾ കണ്ട് സംസാരിക്കാൻ പറ്റിയൊരു മൊബൈൽ കിട്ടണം, പരിചയക്കാർക്കൊക്കെ ഒന്ന് വിളിക്കണം. ഈ രൂപത്തിലുള്ള ചിന്തയുള്ള പെൺകുട്ടിയുടെ കൈയും പിടിച്ചിട്ട് ഏത്
ദുആക്കാണ് ഉത്തരമുള്ള ആയിരക്കണക്കിന് കൊല്ലം കൈവക്കിയാലും നാഥൻ സ്വീകരിക്കുമോ? എന്നാൽ മൊബൈൽ എന്തെന്നറിയില്ല, ചിത്രം എന്തെന്നറിയില്ല, തമ്മാടിത്തരം എന്തെന്നറിയില്ല, അറിയാത്ത ശുദ്ധ മനസ്സിന്റെ ഉടമകളായ പ്രായം ചെന്ന വയസ്സന്മാർ അല്ലാഹുവിനോട് പറയുന്നു, ലൗലാ ശുയൂഖുൻ ദുഃഖൻ, അതാ അകവളഞ്ഞതായ വയസ്സന്മാര് നാട്ടിലില്ലെങ്കിൽ മല കുടിക്കുന്ന ചെറിയ മക്കൾ, എത്തും പൊത്തും അറിയാത്ത, എട്ടെന്നും പൊട്ടെന്നും പറഞ്ഞാൽ എന്താണ്, രണ്ടെന്ന് രണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചെറിയ മക്കൾ, ഇതിലൂടെ അതാ മേഞ്ഞു നടക്കുന്ന കാലികൾക്ക് കള്ളു കുടിക്കണമെന്ന ചിന്തയില്ല, ഇതിലൂടെ നടക്കുന്ന ആടുകൾക്ക് കള്ളു കുടിക്കണമെന്ന ചിന്തയില്ല. അതാ നിങ്ങൾ നോക്കൊരു വീട്ടിലൊരു പ്രാവിനെ കൊണ്ടുവന്ന് പോറ്റൂ. പ്രാവിനെ പോറ്റിയാൽ പോറ്റുന്നവർക്കറിയാം അതൊരു നല്ല കാര്യമല്ല, പ്രാവിനെ പോറ്റുന്നത് നല്ല കാര്യമല്ല. ഞാൻ അതിനല്ല പറഞ്ഞത്, മറിച്ച് ഒരു പ്രാവിനെ പോറ്റിയാൽ മനസ്സിലാക്കാം. ഒരു പ്രാവിന്റെ കൂട്ടിലേക്ക്, അതാ ഒരു ആൺപ്രാവിനെ ഒരു കൂട്ടിലേക്ക് നീ ആക്കൂ. എന്നിട്ട് പരിചയമില്ലാത്തൊരു പെൺപ്രാവിനെ, നല്ല സുമുഖിയായ ഒരു പെൺപ്രാവിനെ, അതാ കാലിന് നല്ല സൂട്ടുള്ള, നല്ല ചന്തമുള്ള, നല്ല ചിറകുകളുള്ള, നല്ല മിനുസമുള്ള ചിറകുകളും ചിത്രപ്പണികളുള്ള ചിറകുകളുമുള്ള സുന്ദരിയായ ഒരു പെൺപ്രാവിനെ ആ ആൺപ്രാവിന്റെ കൂട്ടിലേക്ക് ആക്കിയാൽ അവനതാ അവിടുന്ന് ശകാരിച്ച് കൊത്തി പുറത്താക്കുന്നതാണ്. അതേപോലെ ആ ഒരു പെൺറൂമിലേക്ക് പരിചയമില്ലാത്ത ഒരു ആൺപ്രാവിനെ കയറ്റിയാൽ അന്ന് രാത്രി മുഴുവനും അവര് തമ്മിൽ വലിയ കശവിഷയാണ്, കൊത്തി പുറത്താക്കാൻ വേണ്ടി മുറിയാക്കുന്നതാണ്. ബുദ്ധിയില്ലാത്ത ആ ജീവി, അതാ എന്റെ ഇണയല്ലാത്ത ഒരു പുരുഷൻ എന്റെ റൂമിലേക്ക് കടന്നു വന്നെന്ന് പറഞ്ഞ് ശകാരിക്കുന്നത് കാണാം. എന്റെ ഇണയല്ലാത്ത ഒരു പെണ്ണ് എന്റെ റൂമിലേക്ക് കടന്നു വന്നെന്ന് പറഞ്ഞ് ശകാരിക്കുന്നത് കാണാം. അന്ന് രാത്രിയില്ല, ആ റൂമിൽ ഉറക്കില്ല, വലിയ കശവിഷയാണ്, തല്ലും പിടിയുമാണ്. ഇതാണ് ബുദ്ധിയില്ലാത്ത പ്രാവുകളുടെ അവസ്ഥയെങ്കിൽ ചെറുപ്പക്കാരന്റെ റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഒരു പരിചയം വേണ്ട ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഒരു ചെറുപ്പക്കാരിയുടെ റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നാൽ എന്താണ് അവസ്ഥ? ബുദ്ധിയുള്ള മനുഷ്യനോ ബുദ്ധിയില്ലാത്ത പ്രാവോ ശുദ്ധ മനസ്സ്. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ജീവികളുടെ അവസ്ഥ. മൈനകളെ കണ്ടിട്ടില്ലേ? അതാ തന്റെ ഇണയായ മൈനയുമായി മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ. മറ്റൊരു മൈനയിലേക്ക് അവൾക്ക് ചിന്തയില്ല, അവന് ചിന്തയില്ല. കോഴികൾ മാത്രമാണ് പരസ്യമായി പരബന്ധമുള്ളവർ, കോഴികൾ മാത്രമാണ്. അല്ലാത്ത ജീവികളിൽ എല്ലാം ഈ സ്വഭാവമുള്ളവരാണ്. ചിന്തയില്ല, ബോധമില്ലാത്ത അവസ്ഥ മൃഗങ്ങളിൽ തന്നെ അല്ലാഹു തആല കൊടുത്ത ശ്രദ്ധ നോക്കൂ. അതാണ് അതാ അല്ലാഹുവിനെ മാത്രം ലാക്കാക്കി നടക്കുന്ന മൃഗങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ? മഴ വർഷിച്ചാൽ അതാ നമ്മൾ വയലിലേക്ക് ഇറങ്ങിയാൽ നേരം വെളുക്കുന്നത് വരെ ആ വയലിലുള്ള ജീവികൾ മുഴുവനും ഉണർന്ന് തസ്ബീഹ് ചൊല്ലുന്നു. ഒരു പാടത്തുള്ള ഒരു വലിയ കൃഷിയിടത്തിലേക്ക് അങ്ങ് ചെന്ന് നോക്കിയാൽ കരയാത്ത ജീവികളില്ല. നേരം വെളുക്കുന്നത് വരെ ദിക്റാണ്. സങ്കടമാണെങ്കിൽ പകലിലും കരയേണ്ടിയിരുന്നു. മഴ തന്നെ റബ്ബിന്റെ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലുകയാണ്. തവളകൾ, പീക്കാക്കുഞ്ഞൻ, അതുപോലുള്ള ഇരജന്തുക്കൾ റബ്ബിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നമ്മുടെ വയലുകളിൽ കൂടുന്നു. നമ്മൾക്ക് തസ്ബീഹില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ മൂന്ന് വർഗവും ഇവിടെയില്ലെങ്കിൽ അല്ലാഹു നിങ്ങളിൽ ശിക്ഷ ഇറക്കുന്നതാണ്. ടൈൽസ് എങ്ങനെ ശുദ്ധിയാക്കലെന്ന് ഒരു ചോദ്യം. ടൈൽസ് ആണ് നമ്മളെ വീടില് ഇട്ട ഗ്രാനൈറ്റും ടൈൽസും, അതുപോലെ വീടില് സിമന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇട്ട നിലം ശുദ്ധിയാക്കുന്ന കോലെങ്ങനെയാണ്? ഉമ്മമാരെ, അത് വിശാലമായി പറയേണ്ടതാണ്. ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബക്കറ്റ് കൊടുത്തിട്ട് അതിലൊരു മുണ്ട് ഇട്ടിട്ട് ആ മുണ്ട് അല്പം ഒന്ന് പീഞ്ഞിട്ട് ഈ മൂത്രം അങ്ങോട്ട് ഒപ്പിയെടുത്ത് അതിലിട്ടാൽ ഒന്നായിട്ട് നൈസായി ശുദ്ധിയാകുന്ന കാലമില്ല. ഒരു ബക്കറ്റിന്റെ വെള്ളമൊന്നും ആവശ്യമില്ല. മറിച്ച് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ അര ബക്കറ്റോ അല്ലെങ്കിൽ ഒരു കോപ്പയിലോ വെള്ളവുമായി വാ.
ആദ്യം വെള്ളം കൊണ്ടുവരണ്ട. മൂത്രമായി കിടക്കുന്ന ടൈൽസിന്റെ മുകളിൽ അല്ലെങ്കിൽ പിന്നെ സിമെന്റിന്റെ മുകളിൽ അതുപോലുള്ള എന്താണോ വീട്ടിനകത്ത് സൗകര്യമെങ്കിൽ അതിന്റെ മുകളിലുള്ള മൂത്രം എങ്ങനെ ശുദ്ധിയാക്കല് നമ്മളെ വീട്ടില് നമുക്ക് എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ. അഥവാ കുളിക്കാന് അതിനുള്ള ഷവർ വെച്ചിട്ടുണ്ട്, മറ്റോടത്ത് ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്, മറ്റോടത്ത് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ മറ്റോടത്ത് പുട്ടും കുച്ചി കൊടുത്തിട്ടുണ്ട്, മറ്റോടത്ത് ചെരവ വാങ്ങിയിട്ടുണ്ട്, ഇവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്, അവിടെ മറ്റേത് വാങ്ങി. ഇതൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ ശുദ്ധിയാക്കാൻ എന്തെങ്കിലും നമ്മൾ പെരിയിൽ വാങ്ങണമെന്നാ എനിക്ക് പറയാനുള്ളത്. എല്ലാം വാങ്ങിയില്ലേ ആ കൂട്ടത്തിൽ ഒരു തോർത്തുണ്ടോ ഒരു ടർക്കിയോ എന്തെങ്കിലും ശുദ്ധിയാക്കാൻ വേണ്ടിയും നമ്മളെ വീട്ടിൽ സൗകര്യം ഉണ്ടായിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തോർത്തുമുണ്ട്, അതുപോലെ എന്തെങ്കിലും ഒപ്പാൻ പറ്റിയ ഈ മറ്റേന്തല്ലേ ഈ പ്ലാസ്റ്റിക്കിന്റെ തുണിക്കുപ്പായല്ലേ ഇപ്പൊ നമ്മളെ മേത്തൊക്കെ ഉള്ളത് പ്ലാസ്റ്റിക്കിന്റെതാണോ ഈ മറ്റേത് ഈ ഫോറിൻ സാധനം, അത് രാവുമല്ല പകലും അല്ല. അതുകൊണ്ട് എന്ത് ഒപ്പിയതും കാണൂല, അതും കാണൂല, ഒന്നും വൃത്തിയാവൂല, ഒന്നായിട്ട് കിടന്നിട്ട് ഇടങ്ങറാവും. ഒരു മുറി കെട്ടാനേ പറ്റൂലല്ലോ, കാരണം അതിന്റെ സ്വഭാവം അതാണ്. കുട്ടികളെ മേത്തൊക്കെ പതിട്ട് എല്ലാവർക്കും രോഗമുള്ള ഈ ഇതുപോലുള്ള ഷർട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഷർട്ടുകളെ കൊണ്ട് ശരീരത്തിന് വലിയ അപകടമാണ്. ചെറിയ മക്കൾക്ക് ഇന്ന് ചെറിയ കുട്ടികൾക്ക് മറ്റേ എന്താണ് ജലദോഷം കഫക്കെട്ടില്ലാത്ത ഒരു കുട്ടിയില്ല. ആരെങ്കിലും പറഞ്ഞത് കഫക്കെട്ടില്ലാത്ത കുട്ടികളുണ്ട്? കഫക്കെട്ടിന് എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാലാ പണി. എന്നിട്ടുണ്ട് മാറൂല. രണ്ട് കാരണമുണ്ട്. ഒരു കാരണം നിന്റെ കുട്ടിയുടെ കാലിൽ എപ്പോഴും നീ ധരിപ്പിക്കുകയാണ് ഷോക്സ്. ഈ കാലെന്ന് പറയുന്ന സാധനം ചൂടാകാൻ പാടില്ലാത്ത സാധന. കാല് എന്ന് പറഞ്ഞ ചില്ലറ സാധനല്ല, അതില് തോലിന്റെ പിന്നെ ഹുഫ എന്ന് പറയുന്ന ഒരു സാധനം അറബികൾ ഉപയോഗിക്കുന്നത്. അതല്ലാത്ത ഷോക്സുകൾ ഏതിട്ടാലും തലച്ചോറ് ചൂടാകുന്നതാണ്. ഇത് ശാസ്ത്രമാണ്. ഈ ചെറിയ മക്കൾക്ക് എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്? ഒന്നായിട്ട് ടെക്സ്റ്റൈൽസ് ഒന്നായിട്ട് കൊടുത്തിട്ട് ഈ പൈതലിന്റെ മേത്ത് മുഴുവൻ കൂടി ഏതാണ്ട് വെച്ചിട്ടാണ് കാലുമലൊന്ന്, എന്നിട്ട് അത് ഇട്ടിട്ട് അതിനാണ് മുറുക്കിക്കുന്നത്. പിന്നെ അതിന്റെ ഉള്ളിൽ എല്ലാം കുടുങ്ങി ഒക്കെ അത് ആകെ ബേജാണ്. പക്ഷെ ആ കുട്ടി ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളൂ. അതെങ്ങാനും കുറച്ച് ബുദ്ധിയുള്ള സാധനമാണെങ്കിൽ ബാപ്പാക്കും മകൻ കിട്ടിയിരുന്നു. വേണ്ട ഈ ബാപ്പാക്ക് ഈ പമ്പൈസ് ഒന്ന് ടോക്ക് എടുക്കട്ടെ, കുറച്ച് നേരത്തിന് വൈകുന്നേരം തുറന്നാൽ മതി, അതിനുള്ളിൽ നടക്കേണ്ട വിഷയമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പഴയ കാലത്തോടെ പമ്പൈസ് ഉണ്ടായിട്ടായിരുന്നു. ഞാൻ പമ്പൈസിനെ കുറ്റപ്പെടുത്തല്ല, കുറച്ചൊക്കെ അതൊക്കെ ഒഴിവാക്കണം നമ്മൾ. എന്നിട്ട് അതിട്ട് കെട്ടി അതിന്റെ മുകളിൽ ഒരു ഫോറിൻ ജഡ്ഡി, അതിന്റെ ഇപ്പുറത്ത് കൂടി രണ്ട് കാലിനും രണ്ട് ഷോക്സ്, പിന്നെ കുട്ടിയുടെ മുകളിൽ ഒരു കുപ്പായോ, എന്നിട്ട് തലയിൽ ഒരു തൊപ്പി, ഇങ്ങനെ എന്തൊക്കെയോ ഇത് ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇത് വിങ്ങാണ്. ഇത് വിങ്ങിയിട്ട് ഇത് സഹോദരന്മാരെ, ഈ നിങ്ങൾ ഈ കുട്ടിക്ക് ധരിപ്പിച്ചതായ ഈ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, ഇത് നിങ്ങളൊരു പച്ച മാങ്ങക്ക് ധരിപ്പിച്ച് നോക്കി, പിറ്റന്നാക്ക് പൊയ്ക്കോത്, പിറ്റന്നാക്കൊക്കെ പഴുക്കോത്. ആ രൂപത്തിൽ ചൂടാകാണെങ്കിൽ ഉള്ളിൽ കിടന്നിട്ട് ഈ കുട്ടിയുടെ കാലുഷ്ണിച്ചാൽ നിർബന്ധമായും തല ഉഷ്ണിക്കും. അതുകൊണ്ട് തന്നെ തലച്ചോറിന് ഉഷ്ണം പറ്റിയത് കൊണ്ട് കുട്ടികൾക്ക് കഫക്കെട്ട് വിത്തറുകയില്ല. ഒന്ന് കാലിന്റെ ഷോക്സ് മാറ്റി നോക്കി, നിന്റെ കുട്ടിയുടെ കാലിന് ഷോക്സ് ഇടനോ നിർത്തി നോക്കി, എന്നാ കഫക്കെട്ട് പകുതി കണ്ടു പറയും. കഫക്കെട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കേസാണിത്. നിങ്ങൾ നോക്ക്, നല്ല തണുപ്പുള്ള ടൈമില് ശരീരത്തിൽ നിങ്ങൾ പുതപ്പൊന്നും ഇടണ്ട, കാൽമ ഷോക്സ് ഇട്ടാൽ മതി, എന്നാ തന്നെ തണുപ്പ് പോവും. ശരീരത്തിൽ നിങ്ങൾ പുതപ്പൊന്നും ഇടണ്ട, തണുപ്പുള്ള ടൈമില് കാൽമ മാത്രം ഷോക്സ് ഇട്ടോക്ക്, എന്നാ തണുപ്പ് പോവും. എന്തേ? കാൽമ ഷോക്സ് ഇട്ടപ്പോ തലച്ചോറ് ചൂടായപ്പോ ശരീരം ചൂടായി, അപ്പൊ തണുപ്പ് പോയി. ഇതാ സംഭവം. അതുകൊണ്ട് സഹോദരന്മാരെ, കാലിന്റെ ഷോക്സ് അത് ചെറിയ മക്കൾക്ക് വലിയ അപകടം ചെയ്യും. കഫക്കെട്ടതാണ്. അതിരിക്കട്ടെ, നമ്മളെ വീട്ടിൽ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അപ്പൊ ഒരു തോർത്തുമുണ്ടോ അതോ ഇതോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട്, ഞാൻ പറയട്ടെ, ഈ മൂത്രം ഉണ്ടല്ലോ, ഈ മൂത്രത്തിന് ഈ ഉണങ്ങിയ തോർത്തുമുണ്ട് കൊണ്ട്, അല്ലെങ്കിൽ നല്ലപോലെ പിഴിഞ്ഞ് ഉണക്കം പോലെ ആയ തോർത്തുമുണ്ട് കൊണ്ട്, അഥവാ വലിച്ചെടുക്കാൻ സൗകര്യമുള്ള ഒരു മുണ്ട് കൊണ്ട് ഈ മൂത്രത്തെ ഫുള്ള് ഇങ്ങോട്ട് തുടച്ചെടുക്കുക. അത് രണ്ട് കൈ കൊണ്ട് കൂടി തുടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കൈ വൃത്തിയാക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് ശരിക്കതങ്ങ് തുടക്കുക. തുടച്ചാൽ ആ മൂത്രം മുഴുവനും ഈ തോർത്തുമുണ്ടിലായി. അത് ഫ്രീ ആയ ഒരു ബക്കറ്റിലോ എവിടെയോ ഇടുക. ഒരു ബക്കറ്റ് കൊണ്ട് നിൽക്കണമെങ്കിൽ ആ ഫ്രീ വെള്ളമില്ലാത്ത ഒരു ബക്കറ്റ്, അതിൽ ഈ തോർത്തുമുണ്ട് അങ്ങോട്ട് ഇടുക. നമ്മളൊരു കോപ്പിയിൽ വെള്ളം കൊടുക്കണല്ലോ, ഒരു ഫ്രീ ബക്കറ്റും, ആ ഫ്രീ ബക്കറ്റിലേക്ക് ഈ തോർത്തുമുണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഈ വലത്തെ കൈമക്ക് ഈ കോപ്പയെ കൊടുത്ത വെള്ളത്തിന് അല്പം ഒന്ന് വലത്തെ കൈമൊന്ന് പാരുക. കാരണം അയിമ കുറച്ച് മൂത്രയിക്കണല്ലോ, അതും ശുദ്ധിയായി. അല്പം പാർന്നാ മതി, അങ്ങനെ ശുദ്ധിയായി. ഇനി എന്ത് വേണം? ഇനി ഈ നിലം ഉണങ്ങിപ്പോയി, ശുദ്ധിയായിട്ടില്ല, ഉണങ്ങി.
ഇനി എന്ത് വേണം? നിന്റെ കയ്യിലുള്ള ഈ കോപ്പയിൽ നിന്ന് നീ തുടച്ച ഭാഗത്തേക്ക് അല്പം വെള്ളം കൈകൊണ്ടോ അല്ലെങ്കിൽ നേരെയോ ഉയർന്ന രൂപത്തിലല്ലാതെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വലത്തേ കൈ കൊണ്ടോ ഇടത്തേ കൈ കൊണ്ടോ, ഏറ്റവും നല്ലത് ഇടത്തേ കൈയാണ്, ആ കൈ കൊണ്ട് ആ തുടച്ച സ്ഥലത്തൊക്കെ ആ വെള്ളം ഒന്നിങ്ങനെ ഒന്ന് എത്തിക്കുക. കഴിഞ്ഞു സഹോദരന്മാരെ, ശുദ്ധിയായി. ഇനി തുടച്ചോളൊന്നില്ല. ഇതാണ് മസാല. കഴിഞ്ഞു. ഇനിയൊന്നും പറയാനില്ല. അവിടെ വൃത്തിയായി, ശുദ്ധിയായി. കോപ്പ കൊണ്ട് കാര്യം തീർന്നു. പക്ഷേ ശ്രദ്ധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുല്ലദീ യദ്കുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ദിക്ർ ചൊല്ലുന്ന ഒരാളും ദിക്ർ ചൊല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം മുത്തുനബി പറഞ്ഞത് എന്താണ്? അതാ ഒരു ഹയ്യ് മയ്യിത്ത് വ്യത്യാസമാണ്. അഥവാ ഒരു ജീവനുള്ള സാധനം ജീവനില്ലാത്ത സാധനം തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ ഈ വ്യത്യാസമാണ് ദിക്ർ ചൊല്ലുന്ന വ്യക്തിയും ദിക്ർ ചൊല്ലാത്ത വ്യക്തിയും, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലിയനായാലും ഉള്ളത്. എന്താണ് സഹോദരന്മാരെ ജീവനുള്ളതും ജീവനില്ലാത്തതുമുള്ള വ്യത്യാസം നമുക്കറിയാം. പകരയിൽ ഒരു പുലി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കേട്ടാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാൾ പറയാണ്, അതാ പകര അല്ലെങ്കിൽ താനാളൂരെന്ന് പറയാം, താനാളൂരിൽ ഒരു പുലിനെ കണ്ടിക്കണെന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യന്മാർ ഇവിടെ നിൽക്കൂല, മുഴുവനും പെരീക്ക് കണ്ടിപ്പോ. ഇവിടെ വാളായാലും മല്ല ദിക്കറായാലും മല്ല നിങ്ങളെ വാട്ടിയിലേരോ ജല്ലിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓലും കണ്ടു കഴിച്ചില്ലാവും. കാരണം എല്ലാവരും ജീവനെ പേടിയാണ്. പുലി ഇവിടേക്ക് വന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ആടെയും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് കൊണ്ട് ഇങ്ങോട്ട് എത്താൻ സാധ്യത. മാത്രമല്ല വാള് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നുകൂടായില്ല. ഈ ഒരു ചിന്തക്ക് നമ്മളെ മനസ്സിൽ വരും. ആ രൂപത്തിൽ ഒരൊറ്റൊന്നുമില്ലാതെ ഇവിടുന്ന് എല്ലാവരും ഒരു ഉറപ്പല്ലേ ഒരു മനുഷ്യന് ഇവിടെ ഉണ്ടാവില്ല. നേരം പോലത്തെ ആരെങ്കിലും പെര തുറക്കുവോ? ഇല്ല. പുലി പുലി പുലി. ഇതാണ് മദ്രസ ലീവ്, സ്കൂൾ ലീവ്. കാരണം മദ്രസയിൽ കുട്ടികൾ വരാൻ തയ്യാറില്ല, ഉസ്താദുമാരും വരാൻ തയ്യാറില്ല. പിന്നെ മലക്കുകൾ മദ്രസ നടത്തൂലല്ലോ. പിന്നെ സ്കൂൾ ലീവ്. അത് ആരുമില്ല, ബസ്സോട്ടല്ല, ജീപ്പോട്ടല്ല. എന്തേ സംഭവം? പോലീസുമാര് ബേജാറ്. കുട്ടികളെ അരി പേടിച്ചിട്ട് ഓലെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഓൽക്ക് ബേജാറുണ്ട്. എന്താണ് പഠിച്ചോനെ നമ്മളിത് പെട്ടല്ലോ, പോലീസ് ജോലി വേണ്ടിണ്ടായിരുന്നില്ല, പുലിനെ നേരെയുള്ള തിരിഞ്ഞത്. ഈ രൂപത്തിൽ പോലീസുമാര് ബേജാറായിട്ട് 4 ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കിക്കാണ്ട് ആ തോക്കും നീട്ടിയിട്ട് ഇങ്ങനെ നടക്കുക പകരയിൽ. അങ്ങനെ 3-4 ദിവസം മദ്രസയില്ല, സ്കൂളില്ല, പള്ളിക്ക് ജമാഅത്തിനാളില്ല. പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വെല്ല കൊടുത്തുകാണ്ട് നിസ്കരിച്ചാണ്ട് റൂമിൽ തന്നെ നിൽക്കാണ്. ചോറ് കിട്ടിക്കണോന്ന് അറിയില്ല, ചോറ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. ഈ രൂപത്തിലാണ് പുലിയെ പേടിച്ചാൽ പകരയുടെ അവസ്ഥ. പകലിൽ ആരുമില്ല, ഒരു എസ്കക്കാരനുമില്ല, ഒരു SSF-കാരനുമില്ല, ഒരാളുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു ലീഗുകാരനുമില്ല, ഒരു മാർക്സിസ്റ്റുകാരനുമില്ല, ഒന്നും പറയാനില്ല. പുലി പുലി. ഇതാണ് ഉണ്ടാകുക. ഉറപ്പല്ലേ സഹോദരന്മാരെ? ഇതിന്റെ അപ്പുറം ഉണ്ടാകുക. അങ്ങനെ വീടുകളിൽ മുഴുവനും മൂകാവസ്ഥ. നാടിൽ പകരയിൽ എന്തൊരു സമാധാനം. ഈ രൂപത്തിൽ നിൽക്കുന്ന 3-ാമത്തെ ദിവസം അതാ കേൾക്കുകയാണ്. അങ്ങുമിങ്ങും ഫോൺ ചെയ്തപ്പോ കേൾക്കുകയാണ്, പകര അങ്ങാടിയിലിട്ട ആ പുലിയെ ഒരു പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതാ വീടുകൾ മുഴുവനും തുറക്കപ്പെട്ടു. മദ്രസകൾ അവർക്കൊന്നും കുട്ടികളില്ല. കുട്ടികൾ മണ്ടാണ് അങ്ങോട്ട് പകരങ്ങാടിക്ക് പോയിട്ട്, എടാ ഇജേനില്ലേ മദ്രസ മടക്കിയത്, ഇജേനില്ലേ സ്കൂൾ മടക്കിയത്, ഇജേലിടാ അതിന്റെ വാല് പിടിച്ചിട്ടും കാല് പിടിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഇതിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തേ ഇന്നലത്തെ പുലിയുടെ നേരെ തിരിയാൻ തോന്നാഞ്ഞതെന്ത്? ജീവനുണ്ടായതാ കാരണം. ഇന്നുള്ള പുലിയുടെ നേരെ തിരിയാൻ ഒരു ധൈര്യം വന്നതെന്താ? ജീവനില്ലാത്തതാണ് കാരണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദിക്ർ ചൊല്ലുന്നവനും ദിക്ർ ചൊല്ലാത്തവനും ജീവനില്ലാത്ത ഒരു സാധനത്തോട് തുല്യമാണ്. എന്തും പിശാചിന് ചെയ്യാം, എന്തും ഇവനെ എങ്ങനെയും മറിക്കാം. ഈ രൂപത്തിലാണ് ദിക്ർ ചൊല്ലാത്തവന്റെ മനസ്സ്. ദിക്ർ പതിവാക്കിയവന്റെ മനസ്സോ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണം, ബിദിക്രില്ലാഹ് അല്ലാഹുവിന്റെ ദിക്ർ ഏതുണ്ടോ അതുകൊണ്ട് മുഴുവനും മാത്രമേ തത്മഇന്നുൽ ഖുലൂബ് ഹൃദയത്തിന് ആശ്വാസമുള്ളൂ. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ദാക്കരിയങ്ങളാവണം. മാസത്തിലൊരു ദിക്ർ ഇവിടെ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് മാത്രം മതിയാക്കരുത്. നമ്മുടെ വീട്ടിൽ നമ്മൾ അല്പം ദിക്ർ ചൊല്ലണം. രാവിലെ അല്പം ദിക്ർ ചൊല്ലണം, വൈകുന്നേരം അല്പം ദിക്ർ ചൊല്ലണം, മഗ്രിബ് നിസ്കരിച്ചിട്ട് അല്പം നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലണം. കിടക്കുന്ന ടൈമിലോ രാത്രിയിലോ ഒരു ഹദ്ദാദെങ്കിലും ചൊല്ലണം. അങ്ങനെ അള്ളാഹുമായൊരു ചെറിയ ബന്ധം ദിക്റിലൂടെ നമുക്ക് വേണം. നമ്മുടെ ഹൃദയത്തെ അതാ പിശാചി
സ്വാധീനിക്കുന്ന ശൈലിയാണ് ഞാൻ പുലിയുടെ കഥയായി പറഞ്ഞത്. പിശാച് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ചത്തുകിടക്കുന്ന ഹൃദയത്തിന് പിശാചിന് വസ്വാസുകളെ കൊണ്ട് ഈമാൻ ഊരാൻ വളരെ എളുപ്പമാണ്. പിശാച് കുട്ടികൾ അതാ വെടിവെച്ച് കൊന്നതായ ആ പുലിയെ വാലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച പോലെ ദിക്റ് ചൊല്ലാത്ത കൽബ് മരിക്കുന്ന ടൈമിൽ പിശാചിന് ഈമാൻ തെറ്റിക്കാൻ എളുപ്പമാണ്. ഇടംബലം ഇബ്ലീസോടുന്ന് ബരജിബിരിയിലവനോടൊന്ന് മരണം അടുത്തൊരടിയനിലേ. നമുക്കൊക്കെ മരിക്കണ്ട ഉമ്മമാരെ, ഈ വാഴ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരിക്കുന്ന ദിവസമില്ലേ? അല്ലാഹു എന്റെയും നമ്മുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇവിടെ വെച്ചാണ് മരിക്കുക എന്നറിയില്ല. നാളെ ചൊല്ലാം ദിക്ർ, നാളെ ചൊല്ലാം യാസീൻ, നാളെയാകാം ളുഹർ, നാളെയാകാം ജമാഅത്ത്, നാളെക്കും നാളെ പലതാണ്. നാളെക്കും നാളെ നീളം വിട്ടാട്ടെ. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിൻ തീർച്ച. തേടുന്നവർ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. നമ്മൾ മരിക്കാനായിരിക്കുന്നു, മരണം അടുത്താണ്. ഇത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏത് കൊമ്പനും മരിക്കുന്നതാണ്, ഏത് വലിയവനും മരിക്കുന്നതാണ്, ഏത് വലിയവനും ഇവിടെ നിന്ന് പിരിയേണ്ടതാണ്. ഏതാ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു തീയതിയിൽ 1-ാം തീയതിയുടെയും 30-ന്റെയും ഇടയിലുള്ള ഒരു തീയതിയിലല്ലേ നമുക്ക് മരണമുള്ളത്. ഏത് തീയതിയാണ്? ജനുവരിയിലാണോ ഫെബ്രുവരിയാണോ അറിയില്ല, ഈ കൊല്ലമാണോ അടുത്ത കൊല്ലമാണോ അറിയില്ല. നമുക്ക് മരിക്കണം കേട്ടോ. മരണം നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. ഏതൊരുത്തരും മരിക്കേണ്ടതാണ്. അല്ലാഹു എല്ലാവർക്കും വെച്ച ജനിച്ചാൽ മരണം നിർബന്ധമാണ്. ലൗലൗ കാനത്തി ദുനിയാ തദുമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. മുത്തനബി ലോകത്തോട് പിരിഞ്ഞു പോയി. ഇവിടെ ഒരിക്കലും തന്നെ ആർക്കും ശാശ്വതമില്ല, എല്ലാവരും പിരിയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ സുഖങ്ങൾ നൈമിഷികമാണ്. ഇവിടെ എന്ത് കിട്ടിയാലും അതുകൊണ്ട് പവറില്ല. ഇവിടെ ആരാരെ ആദരിച്ചാലും പവറില്ല, ആര് ബഹുമാനം പറഞ്ഞാലും പവറില്ല. ആര് ബഹുമാനിച്ചതുകൊണ്ടും കാര്യമില്ല, ആര് കൈപിടിച്ച് മുത്തിയത് കൊണ്ടും കാര്യമില്ല, ആര് നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടും നമുക്ക് പ്രയോജനമില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടതാണ്. നമ്മളുടെ കൂടെ ആരും തന്നെ ഇല്ല. ആരാരുമില്ലാത്ത അതാ പള്ളിക്കാട്ടിൽ ചെന്ന് അതാ ചെറിയ ഒരാൾക്ക് പോലും കിടക്കാൻ സൗകര്യമില്ലാത്ത ഒരു 6 അടി മണ്ണിൽ ആ ഖബറിന്റെ ഇടുക്കിൽ കിടക്കേണ്ടവനാണ് ഈ വാള് പറയുന്നത്. ഈ വാള് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒരു ദിനം ഇങ്ങനെയാണ് ആകാനുള്ളത്. ആദം മുതൽ നോക്കുന്നു കണ്ണേ, പോയോരിലാരെങ്കിൽ വാരുന്ന പൊന്നേ, ആരോ നീ പൊക്കുന്നു നീയും പൊൻകല്ലേ, ഏകവനല്ലാതെ മാണിക്കക്കല്ലേ. എത്ര കാലമായി എത്ര ആളുകളാണ് മരിച്ചുപോയത്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അവര് മുഴുവനും മരിച്ചുപോയി. നമ്മളും അവരുടെ പിന്നിൽ പോകാനുള്ളതാണ്. അല്ലാഹുവിലേക്ക് മടങ്ങൂ, തൗബ ചെയ്യൂ, നന്മകൾ അധികരിപ്പിക്കൂ. മാസത്തിലെങ്കിലും നമ്മൾ ദിക്റുകളിൽ പങ്കെടുക്കൂ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കല്ല. വല്ല അബദ്ധവും വന്നാൽ ഉടനെ തന്നെ നാഥനോട് തൗബ ചെയ്യൂ. എനിക്ക് പുറത്തു തരണമല്ല എന്ന് പറഞ്ഞു വീടിൽ നിന്നത് മായ്ച്ചു തരാൻ റബ്ബിനോട് സങ്കടപ്പെടൂ. ഈ സങ്കടത്തിനൊരു ദിവസം നീ കാത്തു നിൽക്കല്ല. യൗമ യഅല്ലു ആലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീലാ. അല്ലാഹു തആല പറയുന്നു, അക്രമം ചെയ്ത് നടന്ന മനുഷ്യൻ അവന് തൗബ ചെയ്യാം, നാളെയാകാം എന്ന് പറഞ്ഞ് മലക്കന്ന് വന്ന് അവന്റെ ആത്മാവ് പിടിക്കുമ്പോൾ അവന് പറയുന്നത്, റബ്ബി നാദാ ഇർജൂ
ഇർജിഊനി, എന്നെ മടക്ക് നാദാ, ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനൊരു ചാൻസ് തരൂ. അല്ലാഹ് പറയുന്നു, കല്ലാ, അങ്ങനെ വിചാരിക്കണ്ട. ഇന്നഹാ കലിമത്തുൻ, നീ പറയുന്ന വാക്ക്, ഹുവ ഖായിലുഹാ, നീ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നല്ലാതെ ഇതിന് പ്രയോജനമില്ല. കാലങ്ങളായി നിന്നെ ഞാൻ പടച്ചിട്ടു, കാലങ്ങളായി നീ നടക്കുന്നു, ഇതുവരെ നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എത്ര വാളുകളാണ് നിന്റെ അരികിൽ പറയപ്പെട്ടത്, എത്ര സദസ്സുകളാണ് നിന്റെ നാട്ടിലൂടെ നടന്നുപോയത്. നീ അതൊക്കെ ഗ്രൂപ്പ് തിരിച്ചങ്ങ് മാറ്റി നിർത്തിയില്ലേ? നല്ലതൊന്നും കേൾക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞവന്റെ വാക്കിന് യാതൊരു സ്ഥാനവും ഇല്ലാതാക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. അതാ യൗമ യഅല്ലുൽ ആലിമു അലാ യദൈഹി, അത് കേൾക്കുമ്പോൾ അവന്റെ കൈയങ്ങ് കടിച്ചു കളയുന്നു. യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, ഞാനൊന്നും എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി 5 വക്ത് കളാക്കാതെ, നോമ്പ് കളാക്കാതെ, സക്കാത്ത് കളാക്കാതെ നന്മകൾ ചെയ്തുകൊണ്ടൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് മുത്തുനബിയുടെ സൽസരണിയൊന്ന് സ്വീകരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു ദിവസം നമുക്ക് വരുന്നു സഹോദരാ. ഈ സുഖങ്ങളൊക്കെ മാറി അല്ലാഹുവിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. ഈ വാളിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇങ്ങനെ ഒരു വാള് നിന്റെ നാട്ടിൽ നടന്നില്ലേ? നിന്റെ നാട്ടിൽ എത്ര ആളുകളാണ് വാള് പറഞ്ഞത്? എത്ര ആളുകളാണ് ആയത്തുകളോട് നിനക്ക് പറഞ്ഞു തന്നത്? നിനക്കത് സ്വീകരിക്കാൻ തോന്നിയില്ലല്ലോ. നിനക്ക് വയസ്സ് 40 നിനക്ക് ബോധം വന്നില്ലല്ലോ. നിന്നോട് വാള് പറഞ്ഞ എത്ര ആളുകളാണ് നിന്റെ നാട്ടിൽ? എത്ര സീഡികളാണ് നിന്റെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു തന്നത്? എത്ര സീഡികളാണ് നീ കേട്ടത്? അതൊന്നും ഉൾക്കൊള്ളാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയുന്നൊരു ദിവസമുണ്ട് സഹോദര സഹോദരിമാരെ. അല്ലാഹുവിലേക്ക് മടങ്ങൂ, തൗബ ചെയ്യൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.